ഇന്ന് ഈ സൂം മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം സെമിനാരിയിലെ മീറ്റിംഗിൽ പാസ്റ്ററും ആന്റിയും സംബന്ധിച്ചപ്പോൾ ദീപ്തി വിസിറ്റ് ചെയ്യുവാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഇടയായി. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി ഓരോ ദിവസവും ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും വിശ്വാസത്തോടുകൂടെ ജീവിപ്പാൻ ദൈവം സഹായിക്കുന്നു. എന്നാൽ കർത്താവിന്റെ വേലയിലായിരുന്ന ഞങ്ങളെ റൂട്ട് മാറ്റി മറ്റൊരു ദൈവപ്രവർത്തിക്ക് വേണ്ടി ഒരുക്കിയ വിഷയങ്ങളും ഇന്ന് ദീപ്തി സ്പെഷ്യൽ സ്കൂൾ അല്ലെങ്കിൽ ദീപ്തി എന്ന് പറഞ്ഞ സ്ഥാപനത്തില് നടക്കുന്ന കാര്യങ്ങളും പറയുവാൻ വേണ്ടിയാണ് കർത്തദാസന്മാർ എന്നെ ക്ഷണിച്ചിരിക്കുന്നത്. അത് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. 127 സങ്കീർത്തനം 3 വാക്യം, മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. മക്കൾ യഹോവ നൽകുന്ന അവകാശമാണ്, ഉദരഫലം അവൻ തരുന്ന പ്രതിഫലമാണ്. ഇന്ന് എത്രയോ പേർ വർഷങ്ങൾ കാത്തിരുന്നാണ് കുഞ്ഞുങ്ങളെ ലഭിക്കുന്നത്. കുഞ്ഞുങ്ങൾ കുടുംബത്തിൽ ജനിക്കുന്നതിന്റെ പ്രാധാന്യത അല്ലെങ്കിൽ അതിന്റെ ആ ഒരു സന്തോഷം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ 4ാമനായി ജനിച്ച ജ്യോതിഷ്മോന്റെ അനുഭവത്തിൽ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നൊരു ചോദ്യം ഇതായിരുന്നു: സെറിബ്രൽ പാൾസിയോടുകൂടെ അല്ലെങ്കിൽ ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളോടുകൂടെ ജനിക്കുന്ന കുട്ടികൾ ദൈവത്തിന്റെ ദാനമാണോ? ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ ദാനമാണെന്നും ദൈവത്തിന്റെ പ്രതിഫലമാണെന്നും നമുക്ക് പറയുവാൻ എളുപ്പമുണ്ട്. എന്നാൽ ശാരീരിക ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ടുകളോട് കൂടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ ദാനമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? സമൂഹം അംഗീകരിക്കുമോ? നമ്മുടെ സഭ അംഗീകരിക്കുമോ? ബലഹീനത എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം, അതിന്റെ ബുദ്ധിമുട്ടുകൾ അവരവർ അനുഭവിക്കുന്ന എന്താണ്. എന്നാൽ ഒരു കുടുംബത്തിൽ ശാരീരിക ബുദ്ധിമുട്ടുള്ള ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ മാതാപിതാക്കൾ അനുഭവിക്കുന്ന പ്രതിസന്ധി എന്തെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ സാധിച്ചു. ജ്യോതിഷ്മോന്റെ ജനനം 2003 മെയ് മാസം 9 എന്നാൽ ഏകദേശം 1 വർഷത്തിന് മുമ്പ് മണക്കാല സഭയില് ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചു. ഞാൻ അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നിനക്കൊരു കുഞ്ഞിനെ കൂടെ തരും. ആ മകനിൽ കൂടെ, മകൻ എന്ന് പറഞ്ഞില്ല, ആ കുഞ്ഞിൽ കൂടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാനുണ്ട് എന്നുള്ള ഒരു പ്രോഫസി ദൈവം എനിക്ക് വ്യക്തിപരമായി നൽകി. അതിനുശേഷമാണ് ഞാൻ കുഞ്ഞിനെ കൺസീവ് ചെയ്യുന്നത്. ആ സമയത്ത് ഞാൻ ഓർത്തത്, ദൈവം നൽകുന്ന ഒരു പൈതലായോണ്ട്, പ്രത്യേകാൽ എല്ലാ കുഞ്ഞുങ്ങളും ദൈവം നൽകുന്നതാണ്, പക്ഷെ പ്രത്യേകാൽ ദൈവത്തിന്റെ പർപ്പസിന് വേണ്ടി ദൈവം തരുന്ന ഒരു കുഞ്ഞാകയാൽ ഈ കുഞ്ഞിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അവനിൽ പൂർത്തീകരിക്കും. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലെല്ലാം കംഫർട്ടബിൾ ആയിട്ട് പോകും എന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ കുഞ്ഞിനെ എൻ്റെ ഉദരത്തിൽ വഹിക്കുന്ന സമയം മുതൽ വലിയ പ്രതിസന്ധികൾ കൂടെയാണ് ഞാൻ കടന്നുപോയത്. എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കുന്നു എങ്കിൽ പോലും ദൈവത്തിന് എന്തോ ഉദ്ദേശമുണ്ടല്ലോ, അതിനായിട്ട് ദൈവം എന്നെ തന്നെ സമർപ്പിക്കുക. കുഞ്ഞിന്റെ ജനനത്തോടനുബന്ധിച്ച് അവൻ മരണത്തെ അഭിമുഖീകരിക്കുമായിരുന്നു. എന്നാൽ ഡോക്ടേഴ്സ് പറഞ്ഞു അമ്മയോ കുഞ്ഞിനെ ലഭിക്കത്തില്ല എന്ന് പറഞ്ഞ സമയത്ത് എൻ്റെ ഹൃദയത്തിൽ ഇപ്രകാരം ഞാൻ വിശ്വസിക്കാനിടയായി. കഴിഞ്ഞ വർഷം ഈ സമയം ദൈവം എന്നോട് പറഞ്ഞത്, മരിച്ചൊരു കുഞ്ഞിനെ എൻ്റെ കരങ്ങളിൽ തരുമെന്നല്ല, ജീവനുള്ള ഒരു കുഞ്ഞിനെ തരുമെന്ന. അതുകൊണ്ട് ഈ കുഞ്ഞിന്റെ ജീവൻ നിന്റെ കയ്യിൽ സുരക്ഷിതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഞാൻ ആ ടേബിളിൽ കിടന്ന് പ്രാർത്ഥിക്കുവാനിടയായി. കുഞ്ഞിനെ ലഭിച്ചു. എങ്കിലും അവൻ 8 ദിവസം NICUലായിരുന്നു. അതിനുശേഷം മുൻപോട്ട് പോകുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, നിനക്ക് ഉപയോഗിക്കുവാനുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകും, എന്നാൽ ഈ കുഞ്ഞിനെ കുറിച്ചുള്ള എൻ്റെ ജീവിതത്തിലുള്ള പ്രതിസന്ധികൾ തീർന്നോ എന്ന് ഞാൻ ദൈവത്തോട് ചോദിക്കാനിടയായി. പക്ഷെ മുൻപോട്ട് പോകുമ്പോൾ 7ാം മാസത്തിലാണ് അവന് സെറിബ്രൽ പാൾസി എന്നൊരു രോഗമുണ്ട് എന്ന് മനസ്സിലാക്കുവാനിടയായി. ഒരു കണ്ടീഷനിൽ കൂടെയാണ് അവൻ കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കാനിടയായി. ഡെവലപ്മെന്റ് ഡിലേസ് ഇങ്ങനെയൊക്കെ വന്നു. ആ സമയത്ത് തന്നെ എനിക്ക് ഡോക്ടറേറ്റ് പഠനത്തിനായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഫോർവേഡ് ചെയ്തു. ആ ഒരു പ്രാർത്ഥന വേളയിൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു ദൈവദാസനിൽ കൂടി പ്രകാരം പറഞ്ഞു, ഞാൻ നിന്നെ ഒരു ദേശത്തേക്ക് അയക്കുവാൻ പോകുന്നു.
പ്രത്യേക ഭാഷ സംസാരിക്കുന്നവർ, പ്രത്യേക കാലാവസ്ഥയുള്ള സ്ഥലം, ഞാനൊരു ഉത്തരവാദിത്വത്തിനായിട്ടാണ് അയക്കുന്നത്. ആ അല്പം കഴിഞ്ഞ് നീ മടങ്ങി വരും എന്ന് ഇപ്രകാരം അറിയിച്ചു. ഞാൻ എൻ്റെ മുൻപിൽ കിടക്കുന്ന കുഞ്ഞിനെ നോക്കി, കമന്ന് വീഴുവാനോ എഴുന്നേറ്റിരിക്കുവാനോ കഴിയാത്ത ഈ കുഞ്ഞിനെ കൊണ്ട് ദൈവമേ മറ്റൊരു രാജ്യത്തേക്ക് എങ്ങനെയാ പോകുന്നത് എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചു. എന്നാൽ എൻ്റെ പിതാവിൻ്റെ പ്രസംഗം എപ്പോഴും എൻ്റെ ഹൃദയത്തിലുണ്ട്. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ അത് സംഭവിക്കും. എത്ര തടസ്സമായിരുന്നാലും ദൈവം ഒരു കാര്യം അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അപ്രകാരം സംഭവിക്കുമെന്നുള്ള എൻ്റെ പിതാവിൻ്റെ പ്രസംഗം ആ വിശ്വാസത്തിൽ ഞങ്ങളെ ഉറപ്പിച്ചത് ഞാൻ ഓർത്തിട്ട് ഇപ്രകാരം പറഞ്ഞു, ദൈവമേ ഈ കുഞ്ഞ് നടക്കും, ദൈവം എന്നെ അയക്കുന്ന സ്ഥാനത്തേക്ക് ഈ കുഞ്ഞും കടന്നു വരും, അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവകരങ്ങൾ സമർപ്പിക്കുവാനിടയായി. ജ്യോതിഷ് മോന് 4 വയസ്സായപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഇംഗ്ലണ്ടിലേക്ക് പഠനത്തിനായി കടന്നു പോവുകയും ആ പഠനം പൂർത്തീകരിച്ച് മടങ്ങി വരുന്ന കാലയളവിലാണ് ദീപ്തി സ്പെഷ്യൽ സ്കൂൾ അല്ലെങ്കിൽ ദീപ്തിയുടെ സ്ഥാപനം ആരംഭിക്കുന്നത്. ദൈവം ഒരു ദർശനത്തിൽ കൂടെയാണ് ഈ സ്ഥാപനം ആരംഭിക്കുവാൻ ഞങ്ങളെ മുൻപോട്ട് നയിക്കുന്നത്. ദൈവത്തിന്റെ പ്രവൃത്തി എത്രമാത്രം വലുതാണെന്ന് ഒരു പ്രാവശ്യം കൂടെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ ഇടയായി തീർന്നു. ഇംഗ്ലണ്ടിൽ കടന്നു പോകുന്നത് ദൈവത്തിന്റെ ഹിതപ്രകാരമാണ്, ഒരു ഉത്തരവാദിത്വത്തിനായിട്ടാണ് നിന്നെ അയക്കുന്നത്, നീ അത് കഴിഞ്ഞ് മടങ്ങി വരുമെന്നുള്ള പ്രവചനം ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഞങ്ങൾ ഇംഗ്ലണ്ടിൽ പോയി പഠനം ആരംഭിച്ചു. അവിടെ ശുശ്രൂഷകളും ഉണ്ടായിരുന്നു. കർത്താവിന്റെ ദാസൻ ഞങ്ങൾ തിരിച്ചു വരുന്നതിന് മുമ്പ് ഞങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സണ്ടർലാൻഡ് എന്ന സ്ഥലത്ത് എബി പാസ്റ്റ് കടന്നു വരികയും അവിടെ മറ്റൊരു ദൈവദാസനെ ഓർഡൈൻ ചെയ്ത് ഏൽപ്പിക്കുന്ന ശുശ്രൂഷയൊക്കെ ഞങ്ങൾ ഓർക്കുന്നുണ്ട്. എന്നാൽ ആ പഠനം മുൻപോട്ട് പോകുന്ന സമയത്ത് ദൈവത്തോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ദൈവമേ ഈ ഉത്തരവാദിത്വം എന്താണ്, ഏത് ഉത്തരവാദിത്വത്തിനായിട്ടാണ് നീ ഞങ്ങളെ അയച്ചിരിക്കുന്നത് എന്ന് ചോദിച്ച സമയങ്ങൾ ഓർക്കുന്നു. എന്നാൽ 2009 ദീപ്തി സെന്റർ ഫോർ ചിൽഡ്രൻ വിത്ത് സെറിബ്രൽ പാൾസി എന്നൊരു സ്ഥാപനം മണക്കാലയിൽ ആരംഭിക്കുവാൻ വേണ്ടി അതിനു മുൻപ് ദൈവം ഒരു സ്വപ്നം നൽകി. ഇംഗ്ലണ്ടിൽ നിന്ന് ജർമ്മനിയിലേക്ക് ഭാഷാ പഠനത്തിനായിട്ട് ഞാനൊരു 3 ആഴ്ച കടന്നുപോയി. അവിടുന്ന് തിരിച്ചു വരുന്നതിന് മുമ്പ് ഒരു രാത്രിയിൽ ഇപ്രകാരം പ്രാർത്ഥിച്ചു, ദൈവമേ ഇംഗ്ലണ്ടിൽ നിന്ന് നീ എന്നെ മറ്റൊരു സ്ഥാനത്തേക്ക്, ഏതെങ്കിലും ദേശത്തേക്ക് ഇനിയും അയക്കുവാണെങ്കിൽ ഇന്ന് രാത്രി ഒരു സ്വപ്നം തരണം. ഈ സ്വപ്നം തന്നാൽ അത് ദൈവത്തിന്റെ ഒരു അരുളപ്പാടായിട്ട്, ഒരു പ്രവചനമായിട്ട് ഞാൻ ഏറ്റെടുത്തിട്ട് ആ പ്രോമിസ് ഫുൾഫില്ല് ചെയ്യുന്നിടം വരെ ഞാൻ പ്രാർത്ഥിക്കും എന്ന് ദൈവത്തോട് പറഞ്ഞു. അന്ന് രാത്രി വെളുപ്പിന് 3:45 ദൈവം എനിക്കൊരു സ്വപ്നം തന്നു. ആ സ്വപ്നം ഇങ്ങനെ ആയിരുന്നു, എൻ്റെ കൂടെ ഒരു ഇംഗ്ലീഷുകാരൻ നിൽപ്പുണ്ട്. ഡറം യൂണിവേഴ്സിറ്റി UK നിന്ന് ഞങ്ങളെ ഒരു സ്ഥാനത്തേക്ക് അയക്കുന്നു. ഏതോ ഒരു പുതിയ കാര്യത്തിന് അടിസ്ഥാനമിടുവാൻ, ഒരു പുതിയ സംരംഭം, ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു ഇത്രേ കാണിക്കുന്നുള്ളൂ, ഇടവാൻ വേണ്ടി ഞങ്ങളെ അയക്കുന്നു. ഇതായിരുന്നു സ്വപ്നം. ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. 8ാം മാസത്തില് ഒരു ഇമെയിൽ വന്നു യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. ഏതെങ്കിലും ഒരു ട്രാവൽ ഓർഗനൈസ് ചെയ്ത് പോകുന്നെങ്കിൽ യൂണിവേഴ്സിറ്റി ഫണ്ട് ചെയ്യും എന്നുള്ളതായിരുന്നു ഇമെയിൽ. ആ ദിവസം വരെ പ്രാർത്ഥിച്ചിരുന്നത് കൊണ്ട് ഇതാണ് ദൈവത്തിന്റെ സമയം എന്ന് പറഞ്ഞ് ഞാൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുവാനിടയായി. ഞാൻ വളരെ ചുരുക്കി പറയുക, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുവാനിടയായി. ആ ട്രാവൽ ഫണ്ട് ലഭിച്ചു. അതോടൊപ്പം തന്നെ ഈ ട്രാവൽ ഫണ്ട് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ലേഡി ബർമിംഗ്ഹാമിൽ നിന്ന് ഒരു ഇമെയിൽ അയച്ചു, ഞങ്ങൾക്കും കടന്നു വന്ന് കേരളത്തിൽ ഒരു സെന്റർ തുടങ്ങുവാൻ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അതൊരു ലേഡി ആയിരുന്നു. ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു, കർത്താവെ ഒരു ഇംഗ്ലീഷുകാരനാണല്ലോ കൂടെ നിൽക്കുന്നത് കണ്ടത്, ദൈവമേ അത് നീ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ഇംഗ്ലീഷുകാരനും അതുപോലെ ഒരു ഹംഗേറിയൻ ലേഡിയും കൂടെ ആ ടീമിൽ ജോയിൻ ചെയ്യുന്നെന്ന് പറഞ്ഞു. 2009 ജൂൺ മാസം അവസാനത്തിൽ ഞങ്ങൾ ഒരുമിച്ച് മണക്കാലയിലേക്ക് യാത്ര ചെയ്ത് വന്ന് 1 മാസം ഗ്രൗണ്ട് വർക്ക് നടത്തി. 2009 ഓഗസ്റ്റ് മാസം 19-ാം തീയതി ഒരു സ്ഥാപനത്തിന് അടിസ്ഥാനമിട്ട് അത് ഉദ്ഘാടനം ചെയ്യുവാനിടയായി. എൻ്റെ പിതാവിന്റെ വിശ്വാസം, ഞാൻ പിതാവുമായിട്ട് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രോത്സാഹനം, പ്രാർത്ഥന, വിശ്വാസം എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. 2009 ഈ സ്ഥാപനം തുടങ്ങുവാൻ വരുമ്പോൾ ഇങ്ങനൊരു സ്ഥാപനം നടത്തിയുള്ള പരിചയം ഞങ്ങൾക്കില്ല. പക്ഷെ കർത്താവ് പറയുന്നു എന്തോ ഒരു പുതിയൊരു കാര്യത്തിന് അടിസ്ഥാനം ഇടുവാൻ അയക്കുകയാണ്. ആ അയക്കുവാനുള്ള യൂണിവേഴ്സിറ്റിയുടെ ഫണ്ടും ഒക്കെ ലഭിച്ചു. ഞങ്ങൾ 4 പേരും, അവര് 3 പേര്, ഞാന്, ജ്യോതിഷ് മോൻ, ഞങ്ങൾ ഒരുമിച്ച് നാട്ടിലേക്ക് വന്നു.
ഈ ഒരു സ്ഥാപനം എങ്ങനെയാ തുടങ്ങണ്ടേ? ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചും സുശേഷം അറിയിച്ചും ഒക്കെയുള്ള ഒരു പരിചയമേ ഉള്ളൂ. ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുവാൻ അത് പരിചയമില്ല. ദൈവമേ, ഇത് ആരെ ഏൽപ്പിക്കും? വീണ്ടും ഞങ്ങൾക്ക് ഒരു വർഷം കൂടെ മടങ്ങി പോകണമായിരുന്നു. എനിക്ക് പോയി എൻ്റെ തീസിസ് സബ്മിറ്റ് ചെയ്യണമായിരുന്നു. അങ്ങനെ ആരെ ഏൽപ്പിക്കും എന്ന് മനസ്സ് ഭാരപ്പെട്ട് അടൂരിൽ കൂടെ കരഞ്ഞോണ്ട് നടന്ന സമയത്ത് ദൈവം ഒരാളെ കാണിച്ചു. ഡോക്ടർ ഷിബു തോമസ്, കൊല്ലത്തുള്ള ഒരു ഫിസിയോതെറപ്പിസ്റ്റ്, അദ്ദേഹത്തെ ഓർപ്പിച്ചു തന്നു. അദ്ദേഹത്തെ ഏൽപ്പിച്ച് പോകുവാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചു. അങ്ങനെ 19-ാം തീയതി ഉദ്ഘാടനം നടന്നു. 4 കുഞ്ഞ്, ആദ്യത്തെ ദിവസം 1 കുഞ്ഞാ വന്നത്. ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞത്, ആദ്യമേ ഇത് ഓപ്പൺ ചെയ്ത് പ്രവർത്തിക്കേണ്ട, കുഞ്ഞുങ്ങൾ എത്ര വരുമെന്ന് നോക്കാം, അതിനുശേഷം നമുക്ക് പൂർണ്ണമായി പ്രവർത്തനം ആരംഭിക്കാം. കാരണം അദ്ദേഹം മറ്റൊരു ജോലിയിൽ ആയിരുന്നു, അവിടുന്ന് റിസൈൻ ചെയ്ത് വരേണ്ടതാണ്. പക്ഷെങ്കിൽ ഈ ഇനാഗുറേഷൻ നടത്തിയ ഫസ്റ്റ് ഡേയിൽ തന്നെ 1 കുഞ്ഞ് വന്നു. അന്ന് ഞാൻ സാറിനോട് പറഞ്ഞു, ഇനിയും അടുത്ത തിങ്കളാഴ്ച മുതൽ വർക്ക് ആരംഭിച്ചോളൂ, കുഞ്ഞുങ്ങൾ കടന്നു വരും. പിറ്റേ തിങ്കളാഴ്ച 5 കുഞ്ഞുങ്ങൾ ഞങ്ങൾ കൊടുത്ത ന്യൂസ് പേപ്പറിൽ കൊടുത്ത നോട്ടീസുമായിട്ട് 5 കുഞ്ഞുങ്ങൾ കടന്നു വന്നു. ആ കുഞ്ഞുങ്ങളുമായിട്ട് ആരംഭിച്ച് ഇന്ന് ഏകദേശം 200-ലധികം കുഞ്ഞുങ്ങൾക്കാണ് നമ്മൾ സേവനം നൽകിക്കൊണ്ടിരിക്കുന്നത്. 2009 ദീപ്തി സെന്റർ ഫോർ ചിൽഡ്രൻ വിത്ത് സെറിബ്രൽ പാൾസി എന്നുള്ളൊരു പേരായിരുന്നു കൊടുത്തത്. ഫ്രീ ആയിട്ട് ഫിസിയോതെറപ്പി കൊടുക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. കുഞ്ഞുങ്ങൾ കൂടുതൽ വരുവാൻ തുടങ്ങി. 16 കുഞ്ഞുങ്ങൾ വന്ന് തെറാപ്പി എടുത്ത് മടങ്ങിപ്പോകുന്നു. ഫിസിയോതെറപ്പിയോടൊപ്പം തന്നെ ഒരു ലേഡി ഫിസിയോതെറപ്പിസ്റ്റിനെ അപ്പോയിന്റ് ചെയ്തു. ഒക്കുപേഷൻ തെറപ്പി, സ്പീച്ച് തെറപ്പിയുടെ ഒക്കെ ആവശ്യകത വന്നു. എന്നാൽ 2010 ജൂലൈ മാസത്തില് 14 അംഗങ്ങൾ അടങ്ങുന്ന ഒരു ടീം ഇംഗ്ലണ്ടിൽ നിന്ന് വരുവാനിടയായി. കാരണം ഈ കുഞ്ഞുങ്ങളെ അന്നത്തെ ആ 2009-2010 ആ കാലയളവിൽ സ്കൂളിലേക്ക് വിടുക എന്നുള്ളത് ദുഷ്കരമായിരുന്നു. മാത്രമല്ല നമ്മുടെ സമൂഹത്തിന് നല്ലൊരു അവയർനെസ് ഇല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു. ആ സമയത്തൊക്കെ മന്ദബുദ്ധികൾ എന്നൊക്കെ വിളിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ആക്ഷേപിച്ച സമയങ്ങൾ അമ്മമാര് വന്ന് കരയുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. മാഡം, ഞങ്ങളെ കുഞ്ഞുങ്ങളെ ആക്ഷേപിക്കുന്നുണ്ട്, ഞങ്ങൾക്കിത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു സമയം. അതുകൊണ്ട് 2010 അവരുടെ എഡ്യൂക്കേഷൻ നീഡ്സും കൂടെ അഡ്രസ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെ 2010 ദീപ്തി സ്പെഷ്യൽ സ്കൂൾ ആരംഭിച്ചു. എങ്ങനെയാ അവിടെ ഇംഗ്ലണ്ടിലുള്ള ഒരു സ്പെഷ്യൽ സ്കൂളിലെ ഹെഡ് ടീച്ചറും അവരോടൊപ്പമുള്ള ടീച്ചേഴ്സ്, അവരുടെ സ്പൗസസ്, അങ്ങനെ 14 അംഗങ്ങളായിരുന്നു ആ സമയത്ത് ഇവിടെ വന്നത്. 2 ആഴ്ച വന്നിട്ട് ഈ സ്കൂൾ മൊത്തം സെറ്റപ്പ് ചെയ്ത് തന്നിട്ട് അവർ പോവുകയായിരുന്നു. സെമിനാരിയിലാണ് ദീപ്തി ആരംഭിക്കുന്നത്. ദീപ്തി സ്പെഷ്യൽ സ്കൂൾ സെമിനാരിയിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അന്നേരം ഈ കുഞ്ഞുങ്ങളെ നോക്കുവാന് ശരിക്കും പറഞ്ഞാല് തോളയിൽ എടുത്തോണ്ട് വരുന്ന ഈ അമ്മമാരുടെ കയ്യിൽ നിന്ന് കുഞ്ഞുങ്ങളെ വാരി പുണർന്ന് വാങ്ങിച്ച് ഈ ഇംഗ്ലണ്ടിൽ വന്ന ടീച്ചേഴ്സ് അവര് വാങ്ങിച്ച് ആ കുഞ്ഞുങ്ങളെ വൈകിട്ട് വരെ അവരെ ഓരോ ട്രെയിനിങ് കൊടുക്കുകയും അവർക്ക് പാട്ട് പാടി കൊടുക്കുകയും അവരോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കണ്ട് ഞങ്ങളുടെ അമ്മമാരൊക്കെ കണ്ണു നിറഞ്ഞത് കാണുവാൻ ഇടയായി തീർന്നു. കാരണം വീടുകളിൽ തന്നെ പലവിധമായ പ്രതിസന്ധികൾ ഈ കുഞ്ഞുങ്ങളുടെ പേരൻസ് അനുഭവിക്കുന്നുണ്ട്. ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടി വീട്ടിൽ ജനിച്ചു കഴിഞ്ഞാൽ ആ പേരൻസിന്റെ, പ്രത്യേകിച്ച് അമ്മമാരുടെ എന്തോ തെറ്റുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു ചിന്താഗതി നമ്മുടെ ഇടയിലുണ്ടായിരുന്നു. ഇപ്പോഴും ചില ഭവനങ്ങളിലൊക്കെ ഉണ്ട്. ഞാന് ഈ ജ്യോതിഷ് മോനെ ലഭിച്ചു കഴിഞ്ഞിട്ട് ദൈവസന്നിധിയിൽ ഇങ്ങനെ ചോദിക്കുമായിരുന്നു, ദൈവമേ, ഈ കുഞ്ഞിനെ നിനക്ക് ഉപയോഗിക്കണം, പക്ഷെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കഷ്ടങ്ങൾ കൂടി ഈ പ്രയാസങ്ങൾ കൂടെ കടന്നു പോകുന്നതെന്ന് ഞാൻ ചോദിച്ച സമയങ്ങളുണ്ട്. എന്നിട്ട് കർത്താവ് എന്നോട് ഇങ്ങനെ ഇപ്രകാരം പറഞ്ഞു, സാരമില്ല, ഇച്ചിരി കഴിയുമ്പോൾ ഇതൊക്കെ അങ്ങ് മാറും. ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള ടൈമിൽ വളരെ കരയുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ കർത്താവ് സാരമില്ല, ഇച്ചിരി കഴിയുമ്പോൾ ഇങ്ങനെ അങ്ങ് മാറും. പക്ഷെ കുഞ്ഞ് നടന്നത് 3 വയസ്സില് വളരെ കൂടെയാണ് അവനെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നത്. ഞാന് പലരും എന്നോട് ഉപദേശിച്ചു ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്നത് നിർത്താൻ, കാരണം കുഞ്ഞിനെ ശുശ്രൂഷിക്കേണ്ടതാണ് ആവശ്യം. പക്ഷെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവം എന്നെ ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി വിളിച്ചിരുന്നത് കൊണ്ട് അതെന്റെ ജീവിതത്തിൽ ഒരു ചലഞ്ചായിട്ട് ഞാൻ ഏറ്റെടുത്തു. ദൈവം എന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചതാ. ഒരു പാർട്ട് ടൈം ജോലി ചെയ്തുകൊണ്ട് സുവിശേഷ വേല ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പം
ദൈവത്തിന്റെ ആത്മാവ് ഞാൻ 18 വയസ്സുള്ളപ്പോ എന്റെ തലയിൽ കൈവച്ചുകൊണ്ട് കർത്തദാസൻ ഇപ്രകാരം പറഞ്ഞു, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു ശുശ്രൂഷ നിനക്കുണ്ട്. എന്നിട്ട് ഞാൻ ഓർത്തു, കർത്താവെ പ്രവചന ശുശ്രൂഷ ആയിരിക്കാം, കാരണം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു ശുശ്രൂഷ എന്ന് അന്ന് എനിക്ക് മനസ്സിലായത് ഒരു പ്രവചന ശുശ്രൂഷയായിരുന്നു. ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടിയാണ് ഞാൻ നിന്നെ കണ്ടിരിക്കുന്നത്. ഞാൻ അന്ന് എന്റെ ജീവിതത്തെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നിനക്ക് പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചതാ. ഞാൻ കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, പൂർണ്ണസമയം എന്നെ വിളിച്ചേച്ച് എന്റെ കൊച്ചിന് ഫിസിയോതെറപ്പിയും കൊടുത്ത് എന്നെ വീട്ടിലിരുത്താനാണോ അങ്ങ് ആഗ്രഹിക്കുന്നത്? പക്ഷെ അല്ല, ഞാൻ പോകും. അങ്ങനെ ഞാൻ എന്റെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ടൈം, എന്റെ ആഹാരത്തിന്റെ സമയങ്ങള്, ആഹാരമൊക്കെ മാറ്റി വെച്ചിട്ട് കുഞ്ഞിനെ ശുശ്രൂഷിച്ച് ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുവാൻ വേണ്ടി ഞാൻ കടന്നു പോകുന്ന ഓർക്കുന്നുണ്ട്. ദൈവം എന്നോട് സംസാരിക്കുന്നതായിരിക്കും, ഞാൻ ആ കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്നത്. അവരെ വിശ്വാസത്തിൽ അത് ഒത്തിരി ബലപ്പെടുത്തുവാനിടയായി. ഞങ്ങളുടെ ജീവിതം മറ്റ് ഒരു അവസ്ഥയിലേക്ക് ദൈവം മാറ്റുകയായിരുന്നു. പക്ഷെ വളരെ ഹാർഡായിരുന്നു. കംഫർട്ടബിൾ സോണൊക്കെ കർത്താവ് എടുത്തു മാറ്റി. ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചിട്ട് ഫിസിയോതെറപ്പിക്കായിട്ട് വിശന്നു തന്നെ ആ കുഞ്ഞിനെയും കൊണ്ട് പോയിരിക്കുന്നത്. 1 മണിക്കൊക്കെ ഫിസിയോതെറപ്പിസ്റ്റിന്റെ റൂമിന്റെ മുമ്പിൽ പോയിരിക്കുമ്പോ ഞാൻ ചോദിച്ചിട്ടുണ്ട്, മിറക്കിൾസ് പഠിപ്പിച്ചിട്ട് വന്ന എന്റെ കുഞ്ഞിനെ ഒന്ന് വിടുവിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ വീട്ടിൽ പോയി ആഹാരം കഴിച്ചിട്ട് വിശ്രമിക്കത്തില്ലയോ എന്ന് ചോദിച്ചൊരു സമയമുണ്ട്. കർത്താവ് എന്നോട് പറഞ്ഞു, നിന്റെ അടുത്തിരിക്കുന്നവരെയൊക്കെ ഒന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ അപ്പുറത്തും ഇപ്പുറത്തും നോക്കി വിവിധ ജാതി മതസ്ഥരായ അമ്മമാര് കുഞ്ഞുങ്ങളുമായിട്ട് വന്നിരിക്കുക. ജ്യോതിഷ്മോനെക്കാട്ടിൽ അല്പം കൂടെ പ്രായമുള്ള കുഞ്ഞുങ്ങള്, എന്നാൽ ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ കൂടുതലുള്ള കുട്ടികളാണ്. ഞാൻ അവരോടൊക്കെ ചോദിച്ചു, എന്താ കുഞ്ഞിന് പ്രയാസം, എങ്ങനെയാണ് അവരുടെ ജീവിത സാഹചര്യങ്ങൾ എന്നൊക്കെ ചോദിച്ചപ്പം ചിലരൊക്കെ പറഞ്ഞു, വീട്ടിൽ നിന്ന് ബുദ്ധിമുട്ടാണ്, മദറിൻലോ പറയുന്നത് എന്റെ കുറ്റം കൊണ്ടാണ്. എന്നിട്ട് ഞാൻ അവരെയൊക്കെ ആശ്വസിപ്പിക്കുവാൻ തുടങ്ങി. ഞാൻ ഓർത്ത് കർത്താവ് ആഗ്രഹിക്കുന്നത് ഇങ്ങനെ കൗൺസിലിംഗ് ചെയ്യുവാനാണ്. ആ കൗൺസിലിംഗ് ഒക്കെ ചെയ്യാനായിരിക്കും ദൈവം ആഗ്രഹിക്കുന്നത് എന്നായിരുന്നു ഞാൻ കരുതിയത്. എന്നാൽ ഈ 2010 ഈ സ്കൂൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പം അനേക അമ്മമാര് കുഞ്ഞുങ്ങളുമായിട്ട് കടന്നു വരുന്നത് കാണുവാൻ സാധിച്ചു. സെറിബ്രൽ പാൾസി ഉള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് ആദ്യം തുടങ്ങിയതെങ്കിലും 2010 ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, ഓട്ടിസം, ഡൗൺ സിൻഡ്രം, ADHD, വിഷ്വലി ഇമ്പയർഡ് ഇങ്ങനെയുള്ള കുട്ടികൾ കടന്നു വന്നതുകൊണ്ട് എല്ലാവർക്കുമായിട്ട് നമ്മുടെ സർവീസ് നമ്മൾ തുറന്നു കൊടുത്തു. ദീപ്തി സ്പെഷ്യൽ സ്കൂൾ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ എന്നുള്ള പേരിലാൽ അത് അറിയപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് 11 മണിക്കാണ് സ്കൂളിലേക്ക് അമ്മമാര് വരുന്നത്. സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ തിരക്ക് ബസ്സിൽ നിന്ന് ഒഴിഞ്ഞ ശേഷം കുഞ്ഞുങ്ങളുമായിട്ട് അമ്മമാര് 11 മണിയൊക്കെ ആവും സ്കൂളിൽ വരുമ്പോൾ. എന്നാൽ എന്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹമുണ്ടായി, കുഞ്ഞുങ്ങൾക്ക് ഒരു സ്കൂൾ ബസ് വേണം. ബസ് ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ പോയി വീടുകളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരാം, സമയത്ത് തന്നെ ക്ലാസ്സുകൾ ആരംഭിക്കാം എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങള് സ്കൂൾ തുടങ്ങിയ സമയത്ത് അമ്മമാര് 1-2 ടീച്ചേഴ്സുമേ ഉള്ളൂ. ഞങ്ങൾ എല്ലാവരും അമ്മമാര് വിവിധ ജാതി മതസ്ഥരാണ്. ഞാൻ പേരുകൾ പറയുന്നില്ല. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഒരു സ്കൂൾ ബസ്സിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദൈവമേ, ഞങ്ങളുടെ അമ്മമാർക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുവാൻ ഒരു സ്കൂൾ ബസ് തരണമേ. ഞാൻ ചേർത്തലയിൽ കൂടെ കുഞ്ഞിനെ തെറപ്പിക്ക് വേണ്ടി അവിടെ വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുന്ന സമയത്ത് 10-20 മിനിറ്റ് ജ്യോതിഷനെ എന്റെ കയ്യിൽ എടുത്തോണ്ട് നടന്ന് ബാഗും വെള്ളവും ഒക്കെ എടുത്ത് കൊടയും പിടിച്ച് നടക്കുന്ന സമയത്ത് എന്റെ കൈ കഴച്ചൊടിഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ചിട്ടുണ്ട്, കർത്താവേ, ഇത് ശിക്ഷയാണോ ഈ സ്ഥലത്തൂടൊക്കെ ഇങ്ങനെ നടത്തുന്നത്? പറഞ്ഞ അല്ല ശിക്ഷയല്ല, നീ ഇങ്ങനെയൊക്കെ ഒന്ന് കുറച്ച് സമയം കൂടെ നടന്നാൽ മതി. അതിനുശേഷമാണ് ഇംഗ്ലണ്ടിലേക്ക് പോകുന്നത്. ആ നടന്നുള്ള ബുദ്ധിമുട്ട് അറിയാവുന്നത് കൊണ്ട് ഈ കുഞ്ഞുങ്ങളെ, ഈ വലിയ കുഞ്ഞുങ്ങളെ, 4-5 വയസ്സുള്ള കുഞ്ഞുങ്ങളെ എടുത്ത് അമ്മമാര് വരിക എന്ന് പറഞ്ഞ ബുദ്ധിമുട്ട്, അതുകൊണ്ട് തന്നെ ഒരു സ്കൂൾ ബസ് വേണമെന്ന് ആഗ്രഹിച്ചു. 2010 നവംബർ മാസത്തില് ഏകദേശം 2-3 മാസങ്ങൾക്കുള്ളിൽ തന്നെ ദൈവം അത്ഭുതകരമായിട്ട് വിശ്വാസത്തോടെ കൂടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ദൈവം ഞങ്ങൾക്കൊരു സ്കൂൾ ബസ് തന്നു. അതായിരുന്നു ദീപ്തിയുടെ ആദ്യത്തെ സ്കൂൾ ബസ്. കുഞ്ഞുങ്ങൾ അതിൽ നിറഞ്ഞു. വീണ്ടും സ്കൂൾ ബസിന്റെ ആവശ്യകതകൾ വന്നു. ദൈവം അത്ഭുതകരമായിട്ട് 4 വാഹനങ്ങൾ ഇപ്പൊ നൽകിയിട്ടുണ്ട്. ഈ 4 വാഹനങ്ങളും 4 ദിക്കുകളിലേക്ക് 3 ജില്ലകളിൽ നിന്ന് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നു. 120 കുഞ്ഞുങ്ങളാണ് 4 വയസ്സിനും 18 വയസ്സിനും ഇടയ്ക്ക് സ്കൂളിൽ പഠിക്കുന്നത്. ദീപ്തി സ്പെഷ്യൽ സ്കൂളിൽ 18 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളാണ് പഠിക്കുന്നത്. ദീപ്തിക്ക് പല ബ്രാഞ്ചസ് ഉണ്ട്. ഞാൻ ഓരോന്നായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നു. ദീപ്തി സ്കൂളിൽ നമ്മൾ സ്പെഷ്യൽ എഡ്യൂക്കേഷനും ഡിഫറെന്റ് തെറാപ്പീസും അതോടുകൂടി തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും നമ്മൾ കൊടുക്കുന്നുണ്ട്. കുട്ടികൾ 120 പേർ, 8 പേർക്ക് ഒരു ടീച്ചർ എന്ന വണ്ണം സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിന്റെ ആവശ്യകതകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാം. 16 സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സും നമുക്കുണ്ട്. സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് RCI അംഗീകാരമുള്ള
ഡി എഡ് ഇൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ. എം ആർ എന്ന് പറയുന്നത് മെന്റൽ റിട്ടാർഡേഷൻ. ഇപ്പൊ പേര് മാറി, ആ പേര് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്നാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഓട്ടിസം എന്ന് പറയുന്ന ഓട്ടിസം സ്പെക്ട്രം ആണ്. പാസ്റ്റർ പ്രത്യേകം പറഞ്ഞു, കൊച്ചു കുട്ടികളിൽ ഉണ്ടാകുന്ന ആ ഒരു ഇഷ്യൂ. പിന്നെ ഓട്ടിസം സ്പെക്ട്രം എന്ന് പറയുമ്പോൾ അത് മൈൽഡ് ആയിട്ട്, മോഡറേറ്റ് ആയിട്ട്, പ്രൊഫൗണ്ട് ആയിട്ട്, സിവിയർ ആയിട്ടുണ്ടാകുന്നു. മൈൽഡ് ആൻഡ് മോഡറേറ്റ് ആയിട്ടുള്ള ലെവലിലുള്ള കുട്ടികളെ നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യുവാൻ സാധിക്കും. എന്നാൽ പ്രൊഫൗണ്ട് ആയിട്ടും സിവിയർ ആയിട്ടും, അതൊരു ഗ്രേഡ് കൂടുതൽ, അത്രയും പ്രോബ്ലം ഉള്ള കുട്ടികളെ നമുക്ക് ട്രെയിനിങ് ആണ് കൊടുക്കാൻ സാധിക്കുന്നത്. എല്ലാവരെയും നമുക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. എന്നാൽ എഡ്യൂക്കേഷൻ പോസിബിൾ ആയിട്ടുള്ളത് മൈൽഡ് ആൻഡ് മോഡറേറ്റ് ലെവലാണ്. ഏർലി ആയിട്ട് ഡിറ്റക്ട് ചെയ്യുവാണെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ 3 വയസ്സിനുള്ളിൽ നമുക്ക് ഏർലി ഇന്റർവെൻഷൻ ചെയ്യുവാണെങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്ക് നമ്മൾക്ക് 100% ആയിട്ട് ക്യൂർ കൊടുക്കാൻ സാധിക്കും. എന്നാൽ 6 ഇയേഴ്സ്, 12 ഇയേഴ്സ്, 18 ഇയേഴ്സ് പ്രായം കൂടുന്നതനുസരിച്ച് കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന നമ്മൾ കൊടുക്കുന്ന തെറാപ്പികൾ അല്ലെ കൊടുക്കുന്ന സർവീസ് അനുസരിച്ച് ടൈം കൂടുതലുണ്ടാകും. എത്രയും പെട്ടെന്ന് നടക്കണമെങ്കിൽ ഒരു കുട്ടിയുടെ 1000 ഡേയ്സ്, ഫസ്റ്റ് 1000 ഡേയ്സ് ആണ് വളരെ പ്രധാനപ്പെട്ടത്. അത് വളരെ റിസർച്ച് ഒക്കെ നടക്കുന്നുണ്ട്. ഞാൻ സ്കൂളിലേക്ക് കടന്നു വരാം. പിന്നെ ഏർലി ഇന്റർവെൻഷൻ, ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ, അതിനെക്കുറിച്ച് പ്രത്യേകമായിട്ട് പറയാം. സ്കൂളിൽ ഞങ്ങൾ കൊടുക്കുന്ന സർവീസ് തെറപ്പി, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് തെറപ്പി. എല്ലായിടത്തും തന്നെ എല്ലാ കുഞ്ഞുങ്ങൾക്കും നമ്മൾ അത് കൊടുക്കുന്നുണ്ട്. ഓരോ കുഞ്ഞുങ്ങളുടെ ആവശ്യകതകൾ അനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. സെറിബ്രൽ പാൾസി ഉള്ള കുട്ടികൾക്ക് അവരുടെ ഫിസിക്കൽ ആയിട്ടുള്ള ചലഞ്ചസ് ആണ് കൂടുതലായിട്ട് പ്രോംപ്റ്റ് ആയിട്ട് നിൽക്കുന്നത്. എന്നാൽ മൾട്ടിപ്പിൾ ഡിസബിലിറ്റിയും ഉണ്ടാകുന്നുണ്ട് കുട്ടികളിൽ തന്നെ. ഓട്ടിസം, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി, സെറിബ്രൽ പാൾസി, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിസബിലിറ്റീസ് ഒരുമിച്ച് വരുന്നതിന് നമ്മൾ മൾട്ടിപ്പിൾ ഡിസബിലിറ്റി, MD എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ഉള്ള കുട്ടികളുണ്ട്. മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ഉള്ള കുട്ടികളാവുമ്പോൾ അവര് പൂർണ്ണമായി കിടക്കയിലായിരിക്കും. അവർക്ക് ഒന്നും മനസ്സിലാകാനോ അല്ലെങ്കിൽ കോർഡിനേഷൻ കൂടെ സംസാരിക്കാനോ റെസ്പോണ്ട് ചെയ്യാനോ ഒക്കെയുള്ള കഴിവുകൾ കുറവായിരിക്കും. എന്നാൽ ഓരോ കുട്ടിയിലും ദൈവം ഓരോ കഴിവ് കൊടുത്തിട്ടുണ്ട്, ഓരോ സ്കില്ല് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഒരു വാക്യമുണ്ടല്ലോ, ഓരോ മക്കൾ യഹോവ നൽകുന്ന ദാന ഉദരഫലം ദൈവം നൽകുന്ന പ്രതിഫലവുമാണ്. നമ്മൾ എപ്പോഴും നോർമലായിട്ടുള്ള കുട്ടികളെ കണ്ടിട്ട് നമ്മൾ എപ്പോഴും അതാണ് നോർമൽ എന്ന് നമ്മുടെ മനസ്സിൽ ഒരു ചിന്താഗതിയുണ്ട്. എപ്പോഴും നമ്മുടെ ആ ചിന്താഗതിയിൽ നിന്ന് നമ്മൾ പലതും മാറ്റേണ്ട ഒരു സന്ദർഭം കൂടിയാണ്. ഒരു കുട്ടിയെ കണ്ടു കഴിയുമ്പോൾ ഡിസബിലിറ്റി ഉണ്ടായാൽ ആ കുട്ടിയിൽ എന്താണ് ദൈവം കൊടുത്തിരിക്കുന്ന കഴിവ്, ഒരു ഹിഡൻ ആയിട്ടുള്ള സ്കില്ല് ഏതാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രത്യേകമായ പർപ്പസ്. കാരണം എല്ലാ കുഞ്ഞുങ്ങളിലും ദൈവം കൊടുത്തിരിക്കുന്ന കഴിവുകളുണ്ട്. ആ ഹിഡൻ സ്കിൽ, ചിലപ്പോൾ ആ കുട്ടികൾക്ക് സംസാരിക്കാൻ പറ്റത്തില്ലായിരിക്കും, പക്ഷെങ്കിൽ സ്പീച്ച് മാത്രമല്ല കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് നമ്മൾ പറയുന്നത്. നമുക്ക് സംസാരിക്കുന്നത് മാത്രമാണ് നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലായിട്ട് എടുക്കുന്നത്. പക്ഷെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ കുട്ടിക്ക് ഏതെങ്കിലും രീതിയിൽ റെസ്പോണ്ട് ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. ആ കമ്മ്യൂണിക്കേഷൻ സ്കിൽ നമ്മൾ വളർത്തിയെടുക്കുക. സ്പീച്ചാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എങ്കിൽ പോലും സ്പീച്ച് ഇല്ലാത്ത കുട്ടികളിൽ എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ വളർത്തിയെടുക്കുവാൻ സാധിക്കുന്നത്? സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ആയിട്ടുള്ള ടീച്ചേഴ്സ് പ്രത്യേകമായ ട്രെയിനിങ് കഴിഞ്ഞ് അവർ RC അംഗീകാരമുള്ള അവരുടെ ആ സർട്ടിഫിക്കേഷൻ കഴിഞ്ഞ് അവര് പഠിച്ചത് കൊണ്ട് മാത്രമായില്ല, പ്രത്യേകം കിട്ടുന്ന ഒരു കഴിവും കൂടെയാണ്. ഞങ്ങളുടെ സ്കൂളിലുള്ള ടീച്ചേഴ്സ് ദൈവത്തിന്റെ കൃപയാല് വിവിധ ജാതി മതസ്ഥരുണ്ട്. പക്ഷെ അവരെല്ലാം നല്ല ആക്റ്റീവാണ്. ആക്റ്റീവായിട്ട് ഈ കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുന്നത് കാണുവാനും അത് മനസ്സിലാക്കുവാനും ദൈവം സഹായിക്കുന്നുണ്ട്. ആക്റ്റീവായിട്ടുള്ള ടീച്ചേഴ്സ് നമ്മുടെ ടീമിൽ ഇല്ലെങ്കിൽ നമ്മുടെ സ്കൂളിന്റെ പ്രവർത്തനം വളരെ മന്ദീഭവിച്ചു പോകും. അതുകൊണ്ട് ആക്റ്റീവായിട്ടുള്ള ടീച്ചേഴ്സ് ഏത് കാര്യത്തിനും റെസ്പോണ്ട് ചെയ്യാൻ. കഴിഞ്ഞ ദിവസവും ഒരു കുട്ടി വളരെ ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ടായിട്ട് ടീച്ചേഴ്സിനെ ഉപദ്രവിക്കുകയുണ്ടായി. മറ്റ് 1-2 ടീച്ചേഴ്സ് പറഞ്ഞു ഞങ്ങൾ നോക്കിക്കോളാം. നേരെ പേരൻസിനെ ഉപദ്രവിക്കുന്ന കുട്ടികളുണ്ട്. എന്നാൽ ആ കുഞ്ഞ് കഴിഞ്ഞ മാർച്ച് മാസം വരെ വളരെ സൈലന്റ് ആയിരുന്നു. കുട്ടികളില് ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് 13-14 വയസ്സാകുമ്പോൾ ആ ഒരു
ഒരു സ്വഭാവം ഉണ്ടാകുന്നുണ്ട്. ഹോർമോൺ ചേഞ്ചസ് എല്ലാ കുട്ടികളിലും ഉള്ളതാണ്. നോർമൽ ആയിട്ടുള്ള കുട്ടികൾക്കും ഹോർമോൺ ചേഞ്ചസ് ഉണ്ട്. പക്ഷെ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഒരു ഇമോഷൻസ് എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നറിയത്തില്ല. അവരുടെ പേരൻസ് ചിലപ്പോൾ അവരെ പുറത്ത് കൊണ്ടുപോകുന്നില്ലായിരിക്കും. പുറത്തൊക്കെ കൊണ്ടുപോയി അവർക്ക് ആ ഒരു സോഷ്യലൈസേഷനുള്ള അവസരങ്ങൾ ലഭിക്കുകയും അങ്ങനെ ഒരു നല്ല അവസരങ്ങൾ കൊടുക്കുവാണെങ്കിൽ കുറച്ച് അവരുടെ ബിഹേവിയർ കൺട്രോൾ ചെയ്യുവാനും ഇമോഷൻസ് കൺട്രോൾ ചെയ്യുവാനും സാധിക്കും. അന്നേരം ഏത് സമയത്തും കുട്ടികളിൽ വിവിധ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ മാറ്റങ്ങൾ അനുസരിച്ച് കുഞ്ഞുങ്ങളോട് ഇടപെടേണ്ടത് ആവശ്യമാണ്. ഞാൻ ചില പേരൻസ് ഇങ്ങനെ വന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്റെ കുട്ടിക്ക് മറ്റു യാതൊരു പ്രോബ്ലം ഇല്ലായിരുന്നു കഴിഞ്ഞ വർഷം വരെ, ഈ വർഷം എന്തോ സംഭവിച്ചെന്ന് അറിയത്തില്ല. ഞാൻ പേരൻസിനോട് പറയുന്നതാണ്, നിങ്ങളുടെ കുഞ്ഞു വളരുകയാണ്. 5 വയസ്സ് വരെ മിണ്ടാതിരുന്ന ഒരു കൊച്ച് ഒരു 10-12 വയസ്സായപ്പോഴത്തേക്ക് കുറച്ച് അക്രമ സ്വഭാവം കാണിക്കുമ്പോൾ പേരൻസ് ഭയങ്കരമായിട്ട് ഡെസ്പറേറ്റ് ആയിത്തീരും. ആ സമയം ഞാൻ പറയും, നിങ്ങളുടെ കുട്ടി വളരണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? മാനസിക ശാരീരിക വളർച്ച ആ കുഞ്ഞിന് മറ്റേത് കുട്ടിയെ പോലെയും ഉണ്ട്. അന്നേരം അങ്ങനെയുള്ളപ്പം നമ്മളുടെ മനസ്സിൽ നമ്മളും കുറച്ചുകൂടെ വളരണം. ആ കുഞ്ഞ് വളരുന്നതനുസരിച്ച് ആ കുഞ്ഞിന്റെ വളർച്ചയ്ക്കനുസരിച്ച് എങ്ങനെയാണ് മാതാപിതാക്കളായ നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി വേണം നമ്മൾ മുൻപോട്ട് പോകേണ്ടത്. കുട്ടികളെ ഒരു മാനേജിങ് സ്കില്ലാണ് പേരൻസിന്. നോർമൽ കുട്ടികളാണെങ്കിലും പേരൻസിന് ആ കുഞ്ഞുങ്ങളുടെ ടീനേജ് പ്രായം വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് അവരുടെ കാര്യങ്ങൾ മാനേജ് ചെയ്തു പോകാൻ. നമ്മൾ അവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവരുടെ ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള മാറ്റങ്ങളും ഇതെല്ലാം മനസ്സിലാക്കി വേണം പേരൻസ് പോകാൻ. നമ്മൾ ഓർക്കുന്നത് 7 വയസ്സ് വരെ എൻ്റെ കുട്ടി ഇങ്ങനായിരുന്നു, ഇതുപോലെ തന്നെ എൻ്റെ കുട്ടി 21 വയസ്സ് വരെയും പോകും. അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് ഒരിക്കലും സാധ്യമല്ല. കാരണം നോർമലായ കുട്ടികൾക്കും മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ പേരൻസ് അത് മാനേജ് ചെയ്ത് അല്ലെങ്കിൽ പേരൻസ് അതോടൊപ്പം നിന്ന് അവരെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകേണ്ട വഴികൾ ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടുതലാണ് പേരൻസിന് കൂടുതൽ കൗൺസിലിംഗ് കൊടുത്തെങ്കിൽ മാത്രമേ അവർക്ക് അങ്ങനെയുള്ള ആ സന്ദർഭങ്ങൾ തരണം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ 3 ജില്ലകളിൽ നിന്ന്, പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ, 3 ജില്ലകളിൽ നിന്നാണ് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. മാവേലിക്കര വരെ വിടാമോ എന്ന് ചോദിച്ച് ഒരു വർഷമായിട്ട് കുറച്ച് പേരൻസ് ചോദിക്കുന്നുണ്ട്. പക്ഷെ അന്നേരം ഞാൻ ചോദിച്ചു, ഞങ്ങളുടെ മക്കള് 11 മണിക്കായിരിക്കും അന്നേരം മാവേലിക്കര വരെ പോയിട്ട് വണ്ടി 11 മണിക്ക് സ്കൂളിൽ വരുന്നത്. പിന്നെ തിരിച്ച് എത്ര മണിക്കായിരിക്കും കുഞ്ഞുങ്ങൾ? 7 മണിക്കായിരിക്കും എത്തുന്നത്. അങ്ങനെ മറ്റ് സ്കൂൾ ബസ്സുകൾ പോകുന്നത് പോലെ നേരിട്ട് പോയി കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ട് വരികയല്ല. ചിലപ്പോൾ 5 കിലോമീറ്റർ കഴിഞ്ഞായിരിക്കും ഒരു കുട്ടിയുള്ളത്. വേറെ ഊടുവഴികളിൽ കൂടെ പോയി വേറൊരു സ്ഥലത്തായിരിക്കും ഞങ്ങളുടെ കുഞ്ഞുള്ളത്. ഇങ്ങനെയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 4 ദിക്കുകളിലേക്ക് പോകുന്നുണ്ട് കുട്ടികൾ. പേരൻസ് കുഞ്ഞുങ്ങളുമായിട്ട് വന്ന് വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുന്നുണ്ട്. ഒരു ഫാമിലി കാനഡയിൽ നിന്ന് വന്നു. ആ മോന് 7 വയസ്സുണ്ടായിരുന്നു. അവരെ ഒരാൾ ജോലി ചെയ്യാം എന്നുള്ള താല്പര്യത്തിൽ ഒരാൾ മാത്രമേ ജോലിക്ക് പോകുന്നുള്ളൂ, ഒരാൾ നിന്ന് കുഞ്ഞിനെ നോക്കാം എന്നുള്ള താല്പര്യത്തിൽ 2 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ സ്കൂളിൽ കടന്നു വന്നു. കഴിഞ്ഞ വർഷം അവർ മറ്റൊരു സ്കൂളിലേക്ക് പോയത് അക്യുപഞ്ചർ എന്നുള്ള ഒരു തെറപ്പി കൊടുക്കുവാൻ വേണ്ടി. പക്ഷെ ഈ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങളുടെ സ്കൂളിൽ വരുമ്പോൾ അവർ 2 പേരും വന്നിട്ട് പറഞ്ഞു, മാഡം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം മോൻ ഡയപ്പറിൽ മാത്രമേ യൂറിൻ പാസ് ചെയ്യത്തുള്ളൂ. അവന് ഒരിക്കൽ പോലും ടോയ്ലറ്റ് ഉപയോഗിക്കാൻ അറിയുന്നില്ല, ടോയ്ലറ്റ് ഉപയോഗിക്കത്തുമില്ല എന്നതായിരുന്നു പ്രശ്നം. ഞാൻ പറഞ്ഞു, വിഷമിക്കണ്ട, ഇങ്ങ് വിട്ടേരെ, ഞങ്ങൾ നോക്കിക്കോളാം പറഞ്ഞു. നിങ്ങൾക്കത് പ്രോബ്ലം ആകും, നിങ്ങൾക്കത് വിഷമമാകും. ഞാൻ പറഞ്ഞു, വിഷമമാകത്തില്ല, ഞങ്ങൾ അതിനുവേണ്ടി എവിടെ നിൽക്കുന്നത്, ഇങ്ങ് വിട്ടാൽ മതി എന്ന് പറഞ്ഞു. ഫസ്റ്റ് ഡേയില് പേരൻസ് വളരെ വിമുഖതയോടുകൂടിയാ കൊണ്ടുവിട്ടത്. കാരണം ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാകുമെന്ന് പറഞ്ഞു. ഇങ്ങ് വിട്ടേക്കാൻ പറഞ്ഞു. 3 മണിയായപ്പം കുഞ്ഞിനെ കൂട്ടുവാൻ വേണ്ടി വന്നപ്പോൾ ടീച്ചർ പറഞ്ഞു, ദാണ്ട് വന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ടോയ്ലറ്റിൽ പോകുന്നത് കണ്ടിട്ട് ആ പേരൻസ് കരയുവാനിടയായി തീർന്നു. ഇത് ഞങ്ങളുടെ കഴിവൊന്നുമല്ല, ഞങ്ങളുടെ ടീമിന്റെ കഴിവൊന്നുമല്ല, ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിയാണ്. ഓരോ ദിവസവും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എങ്ങനെയാണ്, കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സൗഖ്യമാക്കണമേ എന്നുള്ളതാണ്. ഒരു ഹീലിംഗ് സെന്റർ ആയിട്ട് മാറ്റണേ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ദീപ്തി ഒരു ഹീലിംഗ് സെന്റർ ആക്കി മാറ്റണമേ. കൊടുക്കുന്ന ഫിസിയോതെറപ്പി, ഒക്കുപേഷൻ തെറപ്പി, സ്പീച്ച് തെറപ്പി, ബിഹേവിയർ തെറപ്പി,
അതുപോലെ കുഞ്ഞുങ്ങളെ മാസത്തിലൊരിക്കൽ ഹൈഡ്രോതെറപ്പിക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഹൈഡ്രോതെറപ്പി എന്ന് പറയുമ്പോൾ സ്വിമ്മിങ് എന്ന് നമ്മൾ ഓർക്കുന്നത്, പക്ഷെ ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതും ഒരു തെറപ്പിയാണ്. നമ്മൾ സ്വിമ്മിങ് പെട്ടെന്ന് പഠിക്കും, പക്ഷെ ഈ കുഞ്ഞുങ്ങളുടെ മസിൽസ്, അതുപോലെ അവരുടെ ഇമോഷൻസ്, ബിഹേവിയർ എല്ലാം കൺട്രോൾ ചെയ്യുവാൻ ഈ സ്വിമ്മിംഗ് പൂളിലുള്ള ഹൈഡ്രോതെറപ്പി പ്രധാനപ്പെട്ടതാണ്. ഇത് കൂടാതെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ബാൻഡ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾ ബാൻഡ് ചെയ്യും. അതുപോലെ സ്പോർട്സ്, മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എല്ലാം കുഞ്ഞുങ്ങൾക്ക് നൽകുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങൾ കാണുന്ന മാറ്റങ്ങളാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം. പേരൻസ് ഗൾഫിൽ നിന്ന് ജോലി വിട്ടിട്ട് വീട് വാടകയ്ക്കെടുത്ത് മണക്കാലെ താമസിച്ച് കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയക്കുന്നവരുണ്ട്. കുഞ്ഞുങ്ങള് നോർമൽ സ്കൂളിലേക്ക് പോയ കേസുകളുമുണ്ട്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ കുട്ടികളെ നോർമൽ സ്കൂളിലേക്ക് അയക്കാൻ പറ്റുമെങ്കിൽ അതിന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ അമ്മമാര് ഞങ്ങളുടെ സ്കൂളിൽ വന്നിരിക്കുന്ന സമയമായപ്പം അമ്മമാർക്ക് വേണ്ടി ട്രെയിനിങ് ആരംഭിച്ചു. ടൈലറിംഗ് ആണ് 2011 ഞങ്ങൾ ആരംഭിച്ചത്. ടൈലറിങ് അമ്മമാർക്ക് കൊടുത്തു. അവര് എന്നും രാവിലെ വന്ന് കുഞ്ഞുങ്ങളോടൊപ്പം വരും, വൈകിട്ടാ പോകുന്നത്. വിവിധ തരത്തിലുള്ള സെമിനാറ്, വർക്ക്ഷോപ്സ് എല്ലാം കൊടുത്തിട്ട് കൗൺസിലിംഗ് ഒരു പ്രത്യേക ഭാഗമായിരുന്നു. സിബി എന്ന് പറഞ്ഞ ഒരു മാഡം 2010 മുതൽ അവർക്കും ഒരു കുഞ്ഞിന് ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ദൈവം ആ കുഞ്ഞിനെ സൗഖ്യമാക്കി. ആ സിബി മാഡം കുറെ നാളുകൾ ഞങ്ങളുടെ പേരൻസിന് വേണ്ടി കൗൺസിലിംഗ് നൽകുമായിരുന്നു. ഈ അമ്മമാര്, കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു അമ്മ ഇങ്ങനെയാ പറഞ്ഞത്, പുതിയ അമ്മമാർക്കും കൗൺസിലിംഗ് കൊടുക്കണം. ഞങ്ങളെ ഇത്രത്തോളം ശക്തരാക്കി നിർത്തിയത് ദീപ്തിയിൽ നിന്ന് ലഭിച്ച കൗൺസിലിങ്ങും ട്രെയിനിങ്ങുകളുമാണ്. ഈ അമ്മമാർക്ക് ട്രെയിനിങ് നൽകുന്നു. ഇപ്പോഴും അവർക്ക് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു കോഴ്സ് അവർക്ക് നൽകുന്നുണ്ട്. 3 വർഷങ്ങളായിട്ട് നമുക്ക് അവർക്ക് നൽകി അതിന്റെ സർട്ടിഫിക്കേഷൻ അവർക്ക് കൊടുക്കുന്നു. വിവിധ കോഴ്സുകൾ അവർക്ക് അമ്മമാർക്ക് നൽകുന്നുണ്ട്. ദീപ്തി സ്പെഷ്യൽ സ്കൂളിൽ സെമിനാരിയിലാണ് പ്രവർത്തിക്കുന്നത്. 120 കുഞ്ഞുങ്ങളുണ്ട്. സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്, ഡ്രൈവേഴ്സ്, കെയർ ടേക്കേഴ്സ്, വിവിധ തെറാപ്പിസ്റ്റ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് വേണ്ട സ്പെഷ്യലിസ്റ്റ് ടീച്ചേഴ്സ് എല്ലാവരും പ്രവർത്തിക്കുന്നു. 2019 ഞാൻ വേഗത്തിൽ പറയുന്നു. 2019 ഏർലി ഇന്റർവെൻഷൻ സെന്റർ എന്ന് പ്രത്യേകമായിട്ട് പേര് കൊടുത്തു. പിന്നെ കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് തെറപ്പി കൊടുത്തു വിടുമായിരുന്നു. ഏർലി ഇന്റർവെൻഷൻ സെന്റർ എന്ന് പ്രത്യേകമായിട്ട് പേര് കൊടുത്ത് ഞങ്ങൾ ഒരു സെന്റർ ഓപ്പൺ ചെയ്തു. അതൊരു വാടക കെട്ടിടത്തിൽ മണക്കാലയിൽ തന്നെയാണ് ആരംഭിച്ചത്. അവിടെയും തെറപ്പികളാണ് നൽകുന്നത്. തെറപ്പികൾ നൽകുമ്പോൾ ചില കുഞ്ഞുങ്ങൾ, നടക്കാത്ത കുഞ്ഞുങ്ങൾ, 2 കുഞ്ഞുങ്ങളുമായിട്ട് വന്ന് ഒരു 6-7 വർഷമായിട്ട് മണക്കാലയിൽ താമസിക്കുന്ന ഒരു കുടുംബമുണ്ട്. ആ കുഞ്ഞുങ്ങൾക്ക് 2 പേർക്കും ഡെവലപ്മെന്റ് ഡിലേസ് ആയിരുന്നു. മൂത്ത കുഞ്ഞ് നടന്നത് ഇവിടെയാണ്. വർത്താനം സംസാരിക്കത്തില്ലായിരുന്നു. കുഞ്ഞ് സംസാരിച്ചു. കഴിഞ്ഞ ദിവസത്തെ ഒരു മീറ്റിംഗിൽ അവള് പാട്ട് പാടി. രണ്ടാമത്തെ കുഞ്ഞും അതുപോലെ അവളുടെയും ഡെവലപ്മെന്റ് ഡിലേ ആയിരുന്നു. 4 വയസ്സില് ആഫ്റ്റർ ഗിവിങ് ഫിസിയോതെറപ്പികളും മറ്റുള്ള തെറപ്പികളൊക്കെ കൊടുത്ത് അവളുടെ കാലുകളൊക്കെ വളഞ്ഞിരുന്നു. കാല് നേരെയായി നടക്കുവാൻ തുടങ്ങി. കുഞ്ഞും മോളും നല്ല രീതിയിൽ ഇവിടെ പഠിക്കുന്നു. അവരുടെ അമ്മ BEd സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എടുത്ത് ഈ വർഷം ദീപ്തി സ്കൂളിൽ ടീച്ചറായിട്ട് ജോയിൻ ചെയ്തു. ഏർലി ഇന്റർവെൻഷൻ, ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ഇന്റർവെൻഷൻ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏർലി ഇന്റർവെൻഷൻ സെന്ററിൽ കോവിഡ് സമയത്ത് ഗൾഫിൽ നിന്ന് കുറച്ച് കുട്ടികളെ കൊണ്ടുവന്നു. ആ കുട്ടികൾ സംസാരിക്കത്തില്ല, സ്പീച്ച് പ്രോബ്ലമാണ്. നേരം സ്പീച്ച് തെറപ്പിസ്റ്റ് അത് ഐഡന്റിഫൈ ചെയ്തത് സ്ക്രീൻ ടൈം കൂടിയിട്ടാണ്. ഗൾഫില് പേരൻസ് ജോലിക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഫിലിപ്പിനോ ആയിട്ടുള്ള മെയ്ഡിനെയൊക്കെ ആയിരിക്കും ഏൽപ്പിക്കുന്നത്. ലാംഗ്വേജ് തന്നെ പ്രോബ്ലം ഉണ്ട്. പിന്നെ ഈ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പേരൻസിന് കൂടുതൽ സമയം കുട്ടികളുമായിട്ട് ഇടപഴകാനോ അല്ലെ സംസാരിക്കാനോ സമയം കിട്ടുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് 1000 ഡേയ്സ് ഒരു കുട്ടിയുടെ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ സമയത്താണ് ബുദ്ധിയുടെ വികാസങ്ങൾ സംഭവിക്കുന്നത്. നമ്മൾ മോട്ടോർ ഡെവലപ്മെന്റ്, ജ്യോതിഷ്മോൻ അങ്ങനെ ഒരു പ്രയാസം ഉണ്ടായപ്പോഴാണ് ഈ ഓരോ മസിലുകളും അതിന്റെ പ്രവർത്തനങ്ങൾ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ലൈഫിലും അതുപോലെ നമ്മുടെ മൂവ്മെന്റ്സിനും എന്ന് മനസ്സിലാക്കാനിടയായി. മറ്റു 3 കുഞ്ഞുങ്ങളെ കർത്താവ് മറ്റു പ്രയാസങ്ങളൊന്നും കൂടാതെ തന്നപ്പം അതിന്റെ വില മനസ്സിലാക്കിയില്ല. പക്ഷെ ജ്യോതിഷിന് 4 സർജറീസ് കഴിഞ്ഞു. അവനിപ്പോൾ 21 വയസ്സുണ്ട്. ബാച്ചലർ ഓഫ് ഡിസൈൻ ബാംഗ്ലൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത ദിവസമാണ് ഇന്റേൺഷിപ്പിനായിട്ട് 2 മാസം ട്രിവാൻഡ്രത്തേക്ക് പോവുക. മോന് 4 സർജറീസ് കഴിഞ്ഞു. അതിൽ ഒരു സർജറി എന്ന് പറഞ്ഞത് വീക്കായിട്ടുള്ള ഈ കൈയുടെ ഇവിടുത്തെ ലോവർ മസിൽ എടുത്തിട്ട്
സ്ട്രോങ് മസിൽ ആയിരുന്നു, ഇവർ തമ്മിൽ ട്രാൻസ്ഫർ ചെയ്യുമായിരുന്നു ഒരു സർജറി. അന്നേരം ഞാൻ ഓർത്തത്, ഈ ഒരു സ്ഥലത്തു നിന്നുള്ള ഒരു വീക്ക് മസിൽ എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് സ്ട്രോങ് മസിൽ ഈ കൈയുടെ മുകളിൽ നിന്നെടുത്ത് ഇവിടോട്ട് ട്രാൻസ്ഫർ ചെയ്ത് വെച്ചു. ആ സമയത്താണ് ഞാൻ ഓർത്തത്, ദൈവം എത്ര അത്ഭുതമായിട്ടാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്, നമ്മുടെ ശരീരം സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു കൈ മുറിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായ വേദന ഉണ്ടാവും. ഈ ഓരോ മസിലുകളുടെ പ്രവർത്തനങ്ങളും അതാത് കറക്റ്റ് സമയത്ത് പ്രവർത്തിച്ച് നമ്മുടെ മൂവ്മെന്റ്സ്, ബുദ്ധിയുടെ വികാസങ്ങള്, ബുദ്ധിയുടെ പ്രവർത്തനങ്ങള്, എല്ലാ കാര്യങ്ങളും ദൈവം എത്ര അത്ഭുതകരമായിട്ടാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്ന. ഒരു പ്രാവശ്യം കൂടെ എന്റെ ജീവിതത്തിൽ സത്യം പറഞ്ഞ എന്റെ കണ്ണു തുറക്കുന്ന ഒരു സമയമായിരുന്നു ജ്യോതിഷ് മോന്റെ ജീവിതാനുഭവങ്ങൾ. അന്നേരം അങ്ങനെ ഏർലി ഡിറ്റക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഏർലി ആയിട്ട് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് പൂർണ്ണമായിട്ട് ആ കുട്ടിയെ വിടുവിക്കുവാൻ സാധിക്കും. കുഞ്ഞുങ്ങള് പലരും വന്ന് കോവിഡ് ടൈമിൽ ഇവിടെ സ്പീച്ച് തെറാപ്പി എടുത്തിട്ട് മടങ്ങിപ്പോയി. അവരുടെ സ്പീച്ച് എല്ലാം ഓക്കെ ആയി, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഒക്കെ ലഭിച്ചിട്ട് അവർ മടങ്ങിപ്പോകാൻ ഇടയായി തീർന്നു. അപ്പൊ ഈ കഴിഞ്ഞ മെയ് മാസം 1-ാം തീയതി മുതൽ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ ഞങ്ങൾ ഓപ്പൺ ചെയ്തു. അതും ഒരു വാടക കെട്ടിടത്തിൽ മണക്കാലയിലാണ്, SK കോംപ്ലക്സ് എന്ന് പറഞ്ഞ് ഒരു അവിടെയാണ് പ്രവർത്തിക്കുന്നത്. മെയ് 15-ാം തീയതി ആയിരുന്നു അതിന്റെ ഉദ്ഘാടനം. എന്തുകൊണ്ടാണ് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ തുടങ്ങിയത് എന്ന് ചോദിച്ചാല്, ഡയഗ്നോസിസ്, അസസ്മെന്റ് ആൻഡ് ഇന്റർവെൻഷൻ, ഈ മൂന്നും വളരെ പ്രധാനപ്പെട്ടതാണ്. എക്സസീവ് സ്ക്രീൻ ടൈം കൂടിക്കഴിഞ്ഞാൽ കുട്ടികളുടെ സ്പീച്ച് ഫസ്റ്റിൽ അഫക്റ്റഡ് ആവും. നമ്മള് കൂടുതൽ സമയം മൊബൈലോ അതുപോലെ സ്ക്രീൻ ടൈം, എന്ത് സ്ക്രീൻ ആയിരുന്നാലും കൂടുതൽ സമയങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ സ്പീച്ച് അഫക്റ്റഡ് ആവുകയും അതോടൊപ്പം തന്നെ അവർക്ക് ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ വരെ ഈ കുട്ടികൾക്കുണ്ടാകുന്നു. ഇപ്പോൾ റിസർച്ചുകൾ നടക്കുന്നുണ്ട്. റിസർച്ചുകൾ നടന്ന് അതിന്റെ ഫലം കാണുന്നത് വെർച്വൽ ഓട്ടിസം എന്ന് പറഞ്ഞാൽ അവർക്ക് ആ കുഞ്ഞ് ജനിക്കുമ്പോൾ ഒരിക്കലും ഡിസബിലിറ്റിയോട് കൂടെ അല്ല ജനിക്കുന്നത്. ഓട്ടിസം തന്നെ 3 വയസ്സ് കഴിഞ്ഞിട്ടാണ് എവിഡന്റ് ആകുന്നത്. കുട്ടികൾ സംസാരിക്കും, കുട്ടികൾ നോർമൽ ആയിട്ടായിരിക്കും ഡെലിവറി, നോർമൽ ആയിരിക്കും കുഞ്ഞുങ്ങളുടെ എല്ലാ ഡെവലപ്മെന്റ്സും മൈൽ സ്റ്റോൺസും എല്ലാം അച്ചീവ് ചെയ്യുന്നത്. എന്നാൽ 3 വയസ്സ് കഴിയുമ്പോൾ സ്പീച്ച് കുറഞ്ഞു വന്ന് കംപ്ലീറ്റ് ആയിട്ട് സ്പീച്ച് ഇല്ലാതാകുന്ന ഒരു അവസ്ഥയാണ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ആയിട്ട് കുട്ടികളിൽ ആദ്യം കാണുന്നത്. പിന്നെ ബിഹേവിയറൽ ഇഷ്യൂസിലേക്കും മറ്റു പ്രോബ്ലംസിലേക്കും മുൻപോട്ട് പോകും നമ്മൾ അഡ്രസ് ചെയ്തില്ലെങ്കിൽ. എന്നാൽ എക്സസീവ് സ്ക്രീൻ ടൈം കൂടിക്കഴിഞ്ഞാൽ കുട്ടികളിൽ ഈ ഓട്ടിസം എന്ന ഒരു ഡിസബിലിറ്റിയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ മാറും. ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ടാവും. സ്ക്രീൻ ടൈം, മൊബൈലില് കൂടുതൽ സമയം ഇരുന്ന് കഴിഞ്ഞാൽ പ്രായമുള്ളവർക്കായാലും ദേഷ്യമാണ് ഉണ്ടാകുന്നത്. അവർക്ക് അവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവരുടെ ബ്രെയിനിൽ ഒരു ഭാഗം മാത്രം പ്രവർത്തിക്കുകയും അതുപോലെ ഉണ്ടാകുന്ന ആ പരിവർത്തനങ്ങൾ അവരെ ഒരു സാധാരണ മനുഷ്യ അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറ്റുകയും ചെയ്യും. പിന്നെ ഈ സറൗണ്ടിങ്സിൽ നടക്കുന്ന ഒന്നുമല്ല, അവർക്ക് ആ ബ്രെയിനിൽ ലഭിച്ചിരിക്കുന്ന ആ ഒരു ഇമ്പൾസസ് അനുസരിച്ചാണ് അവർ മുൻപോട്ട് പോകുന്നത്. ഏർലി സ്ക്രീൻ ടൈം ആൻഡ് എക്സസീവ് സ്ക്രീൻ ടൈം ആൻഡ് ഏർലി ചൈൽഡ്ഹുഡ് ഡെവലപ്മെന്റ് എന്നുള്ളൊരു ഡോക്യുമെന്ററി ഞങ്ങളുടെ ജ്യോതിഷ് മോന് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി അത് ചെയ്തിട്ടുണ്ട്. അതിൽ ഡോക്ടേഴ്സും സൈക്കോളജിസ്റ്റും ഒക്കെ സംസാരിക്കുന്നുണ്ട്. ഞങ്ങളത് പബ്ലിഷ് ചെയ്തിട്ടില്ല, അഡ്വർടൈസ് ചെയ്തിട്ടില്ല. ദൈവം അനുവദിച്ചു കഴിഞ്ഞാൽ അധികം താമസിയാതെ തന്നെ ഞങ്ങൾ അത് യൂട്യൂബിൽ അത് ഇടുകയും അതിന്റെ ലിങ്ക് ഷെയർ ചെയ്യുകയും ചെയ്യാൻ സാധിക്കും. പേരൻസ് മനസ്സിലാക്കാത്ത ഒരു കാര്യം അത് തന്നെയല്ല, ഒരു കുട്ടി അല്പം സ്പീച്ചിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ ചില പേരൻസ് ഇപ്പോൾ മുൻപോട്ട് വരത്തില്ല. അവർക്ക് ബുദ്ധിമുട്ടാണ്. സൊസൈറ്റിയിൽ മറ്റുള്ളവരെന്തോ പറയും, നമ്മുടെ വീട്ടിലെ ആൾക്കാർ തന്നെ എന്ത് പറയും, കാരണം നമുക്ക് വലിയൊരു ബിഗ് ഫാമിലി ഉണ്ടല്ലോ, ഫാമിലി മെമ്പേഴ്സ് എന്തു പറയും എന്നുള്ള ഒരു ചിന്താഗതി അമ്മമാരെയും അതുപോലെ ഫാദർ ആൻഡ് മദർ, ആ ഫാമിലി പേരൻസിനെ അത് അവർക്ക് അങ്ങനെ ചിന്തകൾ ഉണ്ടായിട്ട് അവരെ അടക്കി വെക്കും. പക്ഷെ അങ്ങനെ വെച്ചത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. എന്റെ കുട്ടിക്ക് ഒരു കുഴപ്പവും ഇല്ലെന്ന് കേൾക്കാനാണ് നമുക്കെല്ലാം ആഗ്രഹം. ഞാനും എന്റെ കുഞ്ഞിന് പ്രോബ്ലം ഉണ്ടെന്ന് മറ്റുള്ളവർ എന്റെ മുന്നിൽ വെച്ച് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ആദ്യമൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. എന്റെ കുഞ്ഞിന് അങ്ങനെ ഒരു പ്രശ്നം ഇല്ല എന്ന് കേൾക്കാനായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ അങ്ങനെ കേട്ടിട്ട് യാതൊരു കാര്യവും ഇല്ലല്ലോ. പേരൻസ് അത് അവെയർ ആവുകയും മുൻപോട്ട് ഇറങ്ങി തിരിച്ച്
ആ കുഞ്ഞിന് കൊടുക്കേണ്ട സർവീസസ്, തെറാപ്പി കൊടുക്കുകയും ചെയ്യണം. എത്ര തെറാപ്പി കൊടുത്താലും പേരൻസ് വീട്ടിൽ കൊടുക്കുന്നതും കൂടെ അനുസരിച്ചായിരിക്കും മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. തെറാപ്പിസ്റ്റ് നൽകുന്ന ആ ഒരു അഡ്വൈസ് അനുസരിച്ച് നമ്മൾ വീട്ടിലും കൂടെ കുട്ടികളെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ മുൻപുള്ള വീട്ടില് വല്യപ്പച്ചനുണ്ടായിരുന്നു, വല്യമ്മച്ചി ഉണ്ടായിരുന്നു, ആന്റിമാരുണ്ടായിരുന്നു, അങ്കിളുമാരുണ്ടായിരുന്നു, വീട്ടിൽ എപ്പോഴും സന്ദർശകരുണ്ടായിരുന്നു, അയൽപക്കക്കാരുണ്ടായിരുന്നു. എല്ലാവരും വീടുകളിലേക്ക് വരുമ്പോൾ കുട്ടികൾക്ക് സോഷ്യലൈസേഷൻ ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, കൗൺസിലിംഗ് ഉണ്ട്, എല്ലാം നമ്മുടെ ഭവനങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നൊന്ന് ഓർത്ത് നോക്കിക്കേ, ഇന്നെല്ലാം ചെറിയ കുടുംബങ്ങളാ. നമ്മള് അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും മാത്രം. അപ്പനും അമ്മയും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ജീവിതം മുന്നോട്ട് നയിക്കാൻ ആഗ്രഹിക്കുന്നു. മക്കൾക്ക് ഒത്തിരി ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നു, മക്കൾക്ക് വേണ്ടതെല്ലാം കരുതി കൊടുക്കുന്നു. പക്ഷെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ സാമീപ്യമാണ്, പേരൻസിന്റെ സാമീപ്യം. പേരൻസ് കുഞ്ഞുങ്ങളെ മനസ്സിലാക്കാന്, ചില പേരൻസ് എപ്പോഴും പൊട്ടിത്തെറിക്കുന്ന പേരൻസ് ഉണ്ട്, എപ്പോഴും ചൂടാകുന്ന പേരൻസ് ഉണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോൾ കുഞ്ഞുങ്ങൾ ഉൾവലിയും. പേരൻസിന്റെ അടുക്കൽ നിന്ന് പുറകോട്ട് അവരുടെ അടുക്കൽ നിന്ന് മാറിയിട്ട് അവരുടെ ലോകത്തിലേക്ക്, കുഞ്ഞുങ്ങളുടെ ലോകത്തിലേക്ക് പോകും. അന്നേരം അവർ കൂടുതൽ എക്സസീവ് സ്ക്രീൻ ടൈം സ്ക്രീൻ ടൈമിലേക്ക് പോകുന്നത്. 6 വയസ്സ് വരെ സ്ക്രീൻ ടൈം കൊടുക്കാതിരിക്കുക കുഞ്ഞുങ്ങൾക്ക്. 6 വയസ്സ് വരെ, എന്നാൽ 6 വയസ്സ് വരെ ഇവരുടെ ആ ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ പ്രധാനപ്പെട്ട സമയങ്ങളാണ്. ആ സമയത്ത് കുട്ടികളുമായി സംസാരിക്കുവാനും കൂടുതൽ കാര്യങ്ങൾ പറയാനും. നമ്മൾ സൺഡേ സ്കൂളിൽ അയച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് വാക്യം പഠിപ്പിക്കുന്ന സമയങ്ങളാണത്. ആ വചനം പഠിപ്പിക്കാൻ അവർക്ക് മെമ്മറി പവർ കൂടിയാണ്. അത് മാത്രമല്ല, വചനത്തിന്റെ ശക്തി, ദൈവത്തിന്റെ വചനത്തിന്റെ ആ ശക്തി കൊണ്ട് കുഞ്ഞുങ്ങളിൽ വലിയ പരിവർത്തനം ഉണ്ടാവുകയും ചെയ്യും. പാട്ടുകൾ പഠിക്കുന്ന സമയം, നമ്മൾ സൺഡേ സ്കൂളിൽ പാട്ടുകൾ പഠിപ്പിക്കുന്നു, കുഞ്ഞുങ്ങൾ പാട്ടുകൾ പാടുന്നു, യുവജനങ്ങളുടെ മീറ്റിങ്ങില് കുഞ്ഞുങ്ങൾ പ്രോഗ്രാം ചെയ്യുന്നു. ഇതെല്ലാം അവരുടെ ബ്രെയിനിന്റെ വളർച്ചയ്ക്ക് പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ഏർലി ഇന്റർവെൻഷൻ, അതിനകത്ത് ഡയഗ്നോസിസ്, അസസ്മെന്റ്, ഇന്റർവെൻഷൻ. ഞങ്ങൾ ദീപ്തി ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മൈൽ സ്റ്റോൺ ഡിലേസോ അല്ലെങ്കിൽ സ്പീച്ചിന് പ്രോബ്ലമോ ബിഹേവിയറൽ ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ അടുക്കലേക്ക് അയക്കണം. കാരണം ഒറ്റ കാര്യം ആഗ്രഹിക്കുന്നുള്ളൂ, കുഞ്ഞുങ്ങളെ എങ്ങനെയെങ്കിലും നല്ല രീതിയിലേക്ക് മുൻപോട്ട് പോകണം, അവർക്ക് ഹീലിംഗ് ഉണ്ടാകണം. പേരൻസ് വിഷമിക്കുന്നത് കാണുവാൻ താല്പര്യമില്ല. പേരൻസിനാണ് ഏറ്റവും കൂടുതൽ അപ്പനും അമ്മയും വിഷമിക്കുന്നത്. അതോടൊപ്പം തന്നെ വല്യപ്പച്ചന്മാരും വല്യമ്മച്ചിമാരും. എന്റെ പിതാവ് ജ്യോതിഷ് മോന്റെ അടുക്കൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ഓപ്പറേഷന് വേണ്ടി കൊണ്ടുപോകുമ്പോൾ എന്നോട് പറയും, മോളെ നീ ഇനി ഓപ്പറേഷൻ കൊണ്ടുപോകരുത്, ഇനി അവനെ ഓപ്പറേഷൻ ചെയ്യരുത്. ഓപ്പറേഷൻ ഉള്ള ദിവസങ്ങളിലൊക്കെ വീട്ടിൽ ഇരുന്ന് ആ ടൈമില് വല്ലാതെ വിഷമിച്ച് കരഞ്ഞിട്ടുണ്ട് എന്ന് എന്റെ സഹോദരി പറയുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെങ്കില് എന്റെ പിതാവ് മരിക്കുന്നതിന് മുമ്പ് മോനെ വിളിച്ച്, ജ്യോതിഷിന് മരിക്കുന്നതിന് ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് മോനെ വിളിച്ച് അടുത്തിരുത്തിയിട്ട് ജ്യോതിഷിനോട് പറഞ്ഞു, മോനെ ജ്യോതിഷെ, നിനക്ക് വേണ്ടിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിട്ടുള്ളത്. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ദിവസം 3 നേരം ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറയാനിടയായി. ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയത് ദൈവത്തിന്റെ ആ പ്രവൃത്തി അവനിലേക്ക് വരുവാനുള്ള സമയം. കാരണം വാഗ്ദത്തത്തിന്റെ ഒരു പൈതലാണ് അവന്. ദൈവം അവന് അത്ഭുത വിടുതൽ നൽകുമെന്ന് എനിക്ക് വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. ഇപ്പൊ 21 വയസ്സായി. ഞാൻ ഓരോ വർഷവും ദൈവത്തോട് ചോദിക്കുവായിരുന്നു, കർത്താവേ വിടുതലിന്റെ സമയമായോ? പക്ഷെ എനിക്ക് ദൈവാത്മാവ് 21 ഇയേഴ്സ് 22 ഇയേഴ്സ് എന്നൊക്കെ പറയുമ്പം ഞാൻ പറയും, എനിക്കിനി ഇങ്ങനെ കഷ്ടപ്പെടാൻ വയ്യ കർത്താവേ എന്ന് പറഞ്ഞ സമയങ്ങളുണ്ട്. പക്ഷെ എന്റെ കുഞ്ഞിനെ ദൈവം വിടിയിക്കുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുകയോ പ്രസംഗിക്കുകയോ ഒക്കെ ചെയ്ത് ഞാനും മറ്റൊരു എന്റെ കംഫർട്ട് സോണിലേക്ക് മാറുമായിരുന്നു. പക്ഷെ എന്റെ കുഞ്ഞിന്റെ ആ ഹീലിംഗ് ഡിലേ ആയതുകൊണ്ട് ഓരോ പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ചില സമയത്ത് എന്റെ മോന്റെ പ്രോബ്ലം ഞാൻ ഡീൽ ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിച്ചിരുന്നു, കർത്താവേ മറ്റാരെങ്കിലും ഈ പ്രോബ്ലത്തിൽ കൂടെ പോകുന്നുണ്ടോ? അതുകൊണ്ടാണോ നീ എന്നെ ഇതിൽ കൂടി അയച്ചത് എന്ന് ഞാൻ ചോദിക്കുമായിരുന്നു. കുറച്ച് കഴിയുമ്പോഴായിരിക്കും ഓഫീസിലേക്ക് ചില പേരൻസ് വന്നിട്ട് അവരുടെ പ്രോബ്ലം ഷെയർ ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ എന്റെ മനസ്സിലോർക്കും, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോയപ്പം ദൈവം എന്നെ എങ്ങനെ ബലപ്പെടുത്തിയത്, എന്റെ കുഞ്ഞിനെ ഞാൻ എങ്ങനെ മാനേജ് ചെയ്തത്, അതിനുവേണ്ടി ഞാൻ എങ്ങനെയാണ് ആ കാര്യം പ്രവർത്തിച്ചതെന്ന് ചിന്തിച്ചിട്ട് അവരോട് സംസാരിക്കുവാൻ ഇടയായിട്ടുണ്ട്. അന്നേരം ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം നടത്തിയ ഓരോ വഴികള് ദൈവം ഇന്നും കർത്താവ് സംസാരിച്ചെങ്കിൽ മാത്രമേ മുൻപോട്ട് പോകുവാൻ സാധിക്കത്തുള്ളൂ. പ്രഭാതയാമത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പം ഈ കുഞ്ഞുങ്ങളെ വിടുവിക്കണേ കർത്താവേ,
ഇവർക്ക് ഹീലിംഗ്, കംപ്ലീറ്റ് ഹീലിംഗ് കർത്താവ് നൽകണമേ എന്നുള്ള പ്രാർത്ഥനയിലാണ് പോകുന്നത്. ഞങ്ങളുടെ സ്കൂളിൽ ആരംഭിക്കുന്നത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ച രാവിലെ വരുമ്പോൾ 9 മണിക്ക് ഞങ്ങൾ ഒരുമിച്ച്, വിവിധ ജാതി മതസ്ഥരുണ്ട്, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ച് വചനം ധ്യാനിച്ച് വചനം വായിച്ച് പാട്ടുപാടി ആണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. കാരണം ഈ കുഞ്ഞുങ്ങളെ നോക്കണമെങ്കിൽ കർത്താവിന്റെ ശക്തിയും കർത്താവിന്റെ കൃപയും ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ക്ഷമയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. നമ്മുടെ നോർമൽ കുട്ടികളോട് പോലും ചില സമയത്ത് നമുക്ക് ക്ഷമയില്ലാതെ ഇടപെടൽ വരും. പക്ഷെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ നോക്കണമെങ്കിൽ വളരെ പേഷ്യന്റ് ആയിരിക്കണം. പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റൂ. മാതാപിതാക്കൾക്കും വേണം, ഈ കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുന്ന എല്ലാവർക്കും തന്നെ വേണം. പറഞ്ഞല്ലോ, ഞങ്ങളുടെ സ്റ്റാഫിനെ കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞ് ഉപദ്രവിക്കാനിടയായി. പക്ഷെ അവരൊക്കെ വളരെ ക്ഷമയോടുകൂടെ ആ കുഞ്ഞിന്റെ പ്രശ്നം എന്താണ്, കുഞ്ഞെ എങ്ങനെ നമുക്ക് സഹായിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നതും ആലോചിക്കുന്നതും. ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിനെ കുറിച്ച് പറഞ്ഞു. 2000 എന്റെ ഹൃദയത്തിൽ ഉണ്ടായ ഒരു താല്പര്യമായിരുന്നു ഒരു മോണ്ടിസോറി സ്കൂൾ തുടങ്ങണമെന്ന്. അത് നോർമൽ കുട്ടികൾക്ക് വേണ്ടി തുടങ്ങണം എന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെങ്കിൽ 2023 ജൂൺ മാസം 26 ഒരു മോണ്ടിസോറി സ്കൂൾ ഓപ്പൺ ചെയ്യാനിടയായി. അത് നോർമൽ കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല, ഒരു ഇൻക്ലൂസീവ് സെറ്റപ്പിലാണ് ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. ഞങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങൾ 2.5 വയസ്സൊക്കെ ആവുമ്പോഴേ ഒരു വല്യപ്പച്ചനും വല്യമ്മച്ചിയും ഏനാത്ത് നിന്ന് ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുഞ്ഞുമായിട്ട് വന്നിട്ട് പറഞ്ഞു, ഇവനെ എങ്ങനെങ്കിലും, ഗൾഫിലാണ് ആ കുഞ്ഞ് ജനിച്ചതുമൊക്കെ, ഇവൻ സംസാരിക്കുന്നില്ല, ഈ കുഞ്ഞിനെ എങ്ങനെങ്കിലും ഒന്ന് സംസാരിപ്പിച്ചു തരുമോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അമ്മച്ചി ഒരു കാര്യം ചെയ്യും, ഇവിടെ ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഇരുത്തിക്കോ, സ്കൂളിൽ സെമിനാരിയിലെ കെയർ ഗ്രൂപ്പിന്റെ ക്ലാസ്സിൽ ഇരുത്തിക്കോ. കുറച്ച് കഴിയുമ്പോൾ എനിക്കൊരു മോണ്ടിസോറി ഓപ്പൺ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അവന് 2.5 വയസ്സേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ഈ കുഞ്ഞിനെ ഇവിടെ 2.5 വയസ്സല്ല, ഞങ്ങൾ ഒരു 3 വയസ്സ് തൊട്ടേ കുഞ്ഞുങ്ങളെ ഇരുത്തത്തുള്ളൂ. ഞാൻ ആ കുഞ്ഞിനെ വിളിച്ച കൊച്ചുകുട്ടൻ എന്നാ, ഈ കുഞ്ഞിനെ ഇവിടെ ഇരുത്തിയാൽ ഞങ്ങൾ നോക്കിക്കോളാം ആന്റി, കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ മോണ്ടിസോറി ഓപ്പൺ ചെയ്യാൻ ആഗ്രഹമുണ്ട്, ദൈവം വഴി തുറന്നാല് അങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ ആ സമയത്തൊക്കെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് വീട് വാടകയ്ക്ക് എടുക്കാൻ വേണ്ടി ഒത്തിരി ഇടത്ത് നോക്കി. പക്ഷെ വീട് വാടക കിട്ടിയില്ല. എന്നോട് ദൈവാത്മാവ് സംസാരിച്ചു, നീ കുറച്ചും കൂടെ ക്ഷമയോടെ കാത്തിരിക്കാൻ പറഞ്ഞു, നീ കുറച്ചുകൂടെ സമയം കഴിഞ്ഞിട്ട് തുടങ്ങിയാൽ മതി എന്ന് ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു. 6 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ചർച്ചിലെ മോണ്ടിസോറി ട്രെയിനിങ് കഴിഞ്ഞ ഒരു കുഞ്ഞിനെ, ഞങ്ങളുടെ ഒരു മോന് വിവാഹം കഴിച്ചുകൊണ്ട് വന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു 6 മാസം കഴിഞ്ഞപ്പം ഒരു വീട് ഞങ്ങൾക്ക് കിട്ടി. ആ വീട്ടില് ഞങ്ങൾ ഈ മോണ്ടിസോറി ഓപ്പൺ ചെയ്തു. മണക്കാല സെമിനാരിയുടെ അടുത്ത് തന്നെ ഒരു വീട് വാടകയ്ക്കെടുത്ത് ഈ മോണ്ടിസോറി ഓപ്പൺ ചെയ്തു. 14 കുഞ്ഞുങ്ങളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതിനകത്ത് നടക്കാത്ത കുഞ്ഞുങ്ങള്, സംസാരിക്കാത്ത കുഞ്ഞുങ്ങള് എല്ലാം ഉണ്ട്. അവരിലൊക്കെ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടായി. കഴിഞ്ഞ ക്രിസ്മസിന് പേരൻസ് മീറ്റിംഗ് നടത്തിയപ്പോൾ പ്രിയ ആന്റിയും അങ്കിളും കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ കുഞ്ഞിപ്പം മിടുക്കനായി, സംസാരിക്കാൻ തുടങ്ങി, അവൻ സോഷ്യലൈസേഷൻ ഉണ്ട്, അവൻ എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യാൻ തുടങ്ങി. നടക്കാത്ത ഒരു മോനുണ്ടായിരുന്നു, ഒരു അച്ഛന്റെ മകൻ. ആ മോനും 2 വയസ്സായപ്പോ അച്ഛൻ വന്ന് ചോദിച്ചു, മാഡം ഈ കുഞ്ഞിനെ നിങ്ങൾ എവിടെങ്ങാണ് ഇരുത്തുമോ? ഞാൻ അച്ഛൻ മോണ്ടിസോറി ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ആ സമയത്ത് ഇരുത്താം. ആ മോൻ ഇപ്പൊ നടക്കാൻ തുടങ്ങി. നടക്കാത്ത മോനായിരുന്നു. ആ മോൻ നടക്കുവാൻ തുടങ്ങി. കുറെ കുട്ടികൾക്ക് സ്പീച്ച് തെറപ്പി അവിടെ കൊടുക്കുന്നുണ്ട്. സോഷ്യലൈസേഷൻ, ലിറ്റിൽ ഫ്ലവർ മോണ്ടിസോറി ആൻഡ് പ്രീ സ്കൂൾ എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങള് 18 വയസ്സ് കഴിയുമ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഈ സ്കൂളിൽ കുട്ടികൾ 18 വയസ്സ് കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ എന്തോ ചെയ്യും. 2014 വൊക്കേഷണൽ ട്രെയിനിങ് സെന്റർ, DT വൊക്കേഷണൽ ട്രെയിനിങ് സെന്റർ ആരംഭിച്ചു. 18 വയസ്സിന് മുമ്പ് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെയെങ്കിലും നമുക്ക് നോർമലാക്കി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, ചില കുട്ടികൾ മൈൽഡ് മോഡറേറ്റ് ലെവലിലാണെങ്കിലും ട്രെയിനിങ് താമസിക്കുന്ന അനുസരിച്ച് കുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും ഡിലേ ആകുന്നുണ്ട്. 18 വയസ്സ് കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് അടൂരില് എൻ്റെ ഒരു കസിന് എനിക്കൊരു വീട് തന്നു. ആ വീട്ടിലാണ് ഞങ്ങൾ കുറച്ച് എക്സ്റ്റൻഷൻ ചെയ്ത് ആ വീട്ടിൽ വെച്ചാണ് 18 വയസ്സ് കഴിഞ്ഞുള്ള കുഞ്ഞുങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. അവിടെ തൊഴിൽപരമായ ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. ലോഷൻ മേക്കിംഗ്, ഡിറ്റർജന്റ്, അമ്മമാരുടെ ക്ലാസ്സുകളും അവിടെ നടക്കുന്നത്. ടൈലറിങ്, അതുപോലെ കുക്കിംഗ് ക്ലാസ്, മാറ്റ് മേക്കിങ്, ഇങ്ങനെ കുക്കിങ്ങിനകത്ത് പിക്കിള്, ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെയാണ് അവിടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്. അവർക്കും അവിടെയും തെറപ്പി ആവശ്യമാണ്, അതുപോലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആവശ്യമാണ്, പ്രാർത്ഥനകളും എല്ലാ കാര്യങ്ങളും അവിടെയും നടക്കുന്നുണ്ട്. അവിടെ 70ഓളം പേരൻസ്
70ഓളം കുഞ്ഞുങ്ങളാണ് അവിടെ കടന്നു വരുന്നത്. പാരൻസിന് കൗൺസിലിങ്, പാരൻസിന് സപ്പോർട്ട്, അവർക്ക് വേണ്ട ട്രെയിനിങ് ഇതെല്ലാം നൽകുവാൻ ദൈവം സഹായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ആ ഒരു അത്ഭുത കരങ്ങള് കാണുവാൻ ഇടയാകുന്നുണ്ട്. ഞങ്ങളുടെ ഏകമായ ഒരു താല്പര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ പ്രതിസന്ധിയിൽ ഞങ്ങളെ എത്രമാത്രം കർത്താവ് കംഫർട്ട് ചെയ്തു, ദൈവം ഞങ്ങളെ എത്രമാത്രം ആശ്വസിപ്പിച്ചു, ഏത് തരത്തിൽ ദൈവം ഞങ്ങളെ മുൻപോട്ട് വഴി നയിച്ചു, ഈ ഒരു അനുഭവം കൊണ്ട് ഇതുപോലെ സമാനമായ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്ന മാതാപിതാക്കളെ സഹായിക്കുകയും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇപ്പൊ 4 ക്യാമ്പസിലായിട്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കൗൺസിലിംഗ് സെന്റർ ഉണ്ട്. 2010 തന്നെ കൗൺസിലിംഗ് ആരംഭിച്ചെങ്കിലും കൗൺസിലിംഗ് സെന്റർ ആയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോഷ്യൽ വർക്കേഴ്സ് ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അത് കർത്തദാസന്മാരാണ്, സെമിനാരിയിൽ പഠിച്ച കർത്തദാസന്മാർ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഞങ്ങളുടെ സ്കൂളിന്റെ പുറത്ത് സമൂഹത്തിൽ പോയി വിവിധ സ്കൂളുകളിൽ അവയർനെസ് ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പ്രവർത്തനങ്ങളിൽ മുൻപോട്ട് പോകുന്നു. ഞങ്ങളുടെ ഒരേ ഒരാഗ്രഹം തീർത്തി ഒരു ഹീലിംഗ് സെന്റർ ആയി തീരണം. ഞങ്ങൾക്ക് പ്രാർത്ഥന ഭയങ്കരമായിട്ട് ആവശ്യമാണ്. ഓരോ ദിവസവും വാഹനങ്ങൾ പോയി മടങ്ങി വരുന്നിടം വരെ പ്രാർത്ഥിക്കും. 100 കിലോമീറ്റർ ഒക്കെ യാത്ര ചെയ്യുന്നുണ്ട് വാഹനങ്ങൾ. അന്നേരം ഞങ്ങളുടെ അച്ചായന്മാര്, വാഹനം ഓടിക്കുന്ന ഡ്രൈവർ അച്ചായന്മാരൊക്കെ വളരെ സഹിഷ്ണുതയോടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നത്. ചില സമയത്ത് കുഞ്ഞുങ്ങള് ഓടി നടക്കുന്ന സമയങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വളരെ ക്ഷമയോടുകൂടെ കുഞ്ഞുങ്ങളെ സുരക്ഷിതരായിട്ട് ഭവനങ്ങളിൽ കൊണ്ടെത്തിച്ച് തിരിച്ച് സ്കൂളിലേക്ക് കൊണ്ടുവരുന്ന, ഭവനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, കർത്താവെ വാഹനങ്ങളെയൊക്കെ യേശുവിന്റെ രക്തത്തിൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കും. കാരണം ഒരു അപകടവും കൂടാതെ കുഞ്ഞുങ്ങള് സ്കൂളിൽ എത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ദൈവത്തിന്റെ പ്രവർത്തിക്കായിട്ട് ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ഏറ്റവും ഒരു വലിയ നീഡ് ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങൾക്കൊരു ക്യാമ്പസ് വേണം. ക്യാമ്പസ് ദൈവം തന്നു. ഒരു ബിൽഡിങ്, ഈ 4 ക്യാമ്പസുകളിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ഒരു ക്യാമ്പസിലേക്ക് കിളിവയലിൽ ഒരു ലാൻഡ് വാങ്ങിച്ചിട്ടുണ്ട്. അതിന്റെ ബിൽഡിങ്ങിന്റെ പെർമിറ്റുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ആ ബിൽഡിങ് പണിത് കുഞ്ഞുങ്ങളെ എല്ലാം ഒരു സ്ഥാനത്തേക്ക് ആക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഒരു പേരൻസ് മീറ്റിംഗിൽ ഒരു പിതാവ്, തുമ്പമൺ ഷാരോൺ ചർച്ചിലെ ഒരു അങ്കിളാണ്, അങ്കിൾ എഴുന്നേറ്റിട്ട് ഇങ്ങനെ പറഞ്ഞു, മാഡം, ഞങ്ങൾക്ക് 65 വയസ്സായി, ഞങ്ങൾക്ക് 70 വയസ്സുകളൊക്കെ ആകുന്നു. പക്ഷെ ഞങ്ങളുടെ കാലശേഷം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ആര് നോക്കും? ഞാൻ കേരളം ഉടനീളം ഞങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുവാനുള്ള ഒരു സ്ഥലം അന്വേഷിച്ചു. പക്ഷെങ്കിൽ ഞങ്ങൾക്ക് താല്പര്യമായിട്ടുള്ളതും കണ്ടെത്തിയില്ല. പക്ഷെ ഒരു സമയത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൂടെ നോക്കണം, ഞങ്ങളുടെ കാലശേഷം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏറ്റെടുക്കണം എന്ന് പറയാനിടയായി. ഞങ്ങള് മുൻപിൽ കാണുന്നുണ്ട്, ഈ പാരൻസിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ ആയിരിക്കും ഈ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകുന്നത്. ആ കുഞ്ഞുങ്ങൾക്കൊരു പുനരധിവാസം ഞങ്ങളുടെ മനസ്സിലുണ്ട്. പക്ഷെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ വലിയൊരു സാമ്പത്തികമായ ചെലവുകൾ ഈ സ്ഥാപനങ്ങളൊക്കെ നടത്തുവാൻ വേണം. പക്ഷെ ദൈവം ഓരോ ദിവസം അത്ഭുതകരമായിട്ട് നടത്തുന്നു. കഴിഞ്ഞ 12-ാം തീയതി രാവിലെ മോർണിംഗിൽ ഞാൻ ഇങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിച്ചു, ദൈവമേ, മാർച്ച് മാസം 31-ാം തീയതി വരെ പോകുവാനുള്ള റിസോഴ്സസ് ദൈവം ഒരുക്കണമേ, സ്റ്റാഫിനെല്ലാം സാലറി കൊടുക്കുവാൻ ദൈവം തരണമേ. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു, പെർമിറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പണി തുടങ്ങുമ്പോൾ എനിക്ക് ടെൻഷൻ എടുക്കാൻ പറ്റത്തില്ല, കർത്താവ് അതിനുള്ള റിസോഴ്സസ് ഒരുക്കി തരണമേ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ച വചനഭാഗം ഞാൻ വായിക്കുന്നു. എബ്രായലേഖനം 10-ാം അധ്യായം 35-ാം വാക്യം മുതൽ, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രേ ആകുന്നു. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞത്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഞാൻ അന്നേരം എന്റെ പിതാവിന്റെ ജീവിതമൊക്കെ ഓർത്തു. കർത്താവിന്റെ വേലയിൽ മുൻപോട്ട് പോയ സമയത്ത് സെമിനാരി നടത്തിയതും പ്രവർത്തിച്ചതും ഒക്കെ എൻ്റെ മനസ്സിൽ കൂടെ വന്നു. ദൈവം എത്ര അത്ഭുതകരമായിട്ടാണ് നടത്തിയത്. ഓരോ സമയത്തും ദൈവം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വിശ്വാസത്തിന്റെ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത്
എൻ്റെ പിതാവിൽ ഞാൻ കണ്ടിട്ടുണ്ട്. കർത്താവ് എന്നോട് പറഞ്ഞു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഞാൻ തുടർന്നുള്ള ഭാഗങ്ങളൊക്കെ വായിച്ച് 11-ാം അധ്യായത്തിൽ പറയുന്നത് വിശ്വാസത്തിൽ ജീവിച്ചവരുടെ കഥകള്. വിശ്വാസത്തിൽ മരിച്ചു, വിശ്വാസത്തിൽ ജീവിച്ചു, വിശ്വാസത്തിൽ മരിച്ചു. മരണം വരെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുണ്ടാകേണ്ടത് ദൈവത്തിലുള്ള വിശ്വാസമാണ്. ഈ ലോകത്തിൽ എന്ത് പ്രവൃത്തിയൊക്കെ ചെയ്താലും കർത്താവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം, ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം, ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ എബ്രായ ലേഖന കർത്താവ് പറയുന്നു, മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. പലപ്പോഴും നമ്മുടെ ധൈര്യമാണ് ക്ഷയിച്ചു പോകുന്നത്. പ്രതിസന്ധികളുടെ മുന്നിൽ വരുമ്പോൾ എങ്ങനെ മുൻപോട്ട് പോകും, ഇനി അടുത്തൊരു സ്റ്റെപ്പ്, പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിലും അടുത്തൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ പറ്റാത്ത സമയങ്ങള്, നിന്ദകള്, പഴികള്, പ്രതിസന്ധികള്. ഒരു കുഞ്ഞിനെ നോക്കുന്നത് മാത്രമല്ല, പല പ്രതിസന്ധികൾ കൂടെ പല വാക്കുകളൊക്കെ മുറിപ്പെടുത്തുന്നതായി തോന്നിയ സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആ സമയത്തെല്ലാം മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം, കർത്താവാണ് വിളിച്ചതെങ്കിൽ, കർത്താവാണ് നമ്മളെ നയിച്ച് ഈ ഒരു പ്രവൃത്തിക്ക് വേണ്ടി മുന്നോട്ട് കൊണ്ടുപോയതെങ്കിൽ ദൈവം അത്ഭുതകരമായിട്ട് നടത്തും. ദൈവം കൂടെയുണ്ട്. ആരൊക്കെ വിട്ടുകളഞ്ഞാലും, ആരൊക്കെ നമ്മളെ വിട്ടുമാറിപ്പോയാലും, ഒരു പ്രവൃത്തിക്ക് വേണ്ടി ദൈവം നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. എൻ്റെ കൂടെ കർത്താവിന്റെ ആ സാന്നിധ്യം, ഞങ്ങളുടെ കൂടെ കർത്താവിന്റെ ആ സാന്നിധ്യം എപ്പോഴും അനുഭവിക്കാൻ കർത്താവ് സഹായിക്കുന്നു. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ജ്യോതിഷ്മോനെ കൊണ്ട് ആദ്യത്തെ ഒരു വർഷമൊക്കെ ഞാൻ ചോദിച്ചു, കർത്താവെ, ഈ അബ്രഹാം എങ്ങനെ 25 വർഷം കാത്തിരുന്നത്? കർത്താവ് വിടുവിക്കും, ഘട്ടം ഘട്ടമായി വിടുവിക്കും എന്നാ ജ്യോതിഷിനെ കുറിച്ച് പറഞ്ഞത്. അയ്യോ, ഈ ഘട്ടം എപ്പോഴാ തീരുന്നതെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് എൻ്റെ മനസ്സിൽ. ഈ 25 വർഷമൊക്കെ ഈ അബ്രഹാം എങ്ങനെ കാത്തിരുന്നു എന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചു. മോറിയ മലയിലോട്ട് കയറിപ്പോയപ്പോൾ അബ്രഹാമിന്റെ മനസ്സിൽ കൂടെ പോയ ചിന്തകൾ എന്തായിരുന്നു എന്നൊക്കെ ഒരു ദിവസം ഞാൻ എൻ്റെ മനസ്സിൽ ദൈവം എന്നോട് ചോദിച്ചു, നിനക്കറിയാമോ അതൊക്കെ എന്തായിരുന്നു ചിന്ത? ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല. കാരണം ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സമയം. ദൈവേഷ്ടം ചെയ്ത്, ദൈവത്തിന്റെ ഇഷ്ടമാണ് നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകുന്നത്. ദൈവം വാഗ്ദത്തം തരുന്നത് നമുക്ക് ഭയങ്കര സന്തോഷം, പ്രോമിസസ് കിട്ടുന്നത് ഭയങ്കര സന്തോഷം. പക്ഷെ ഈ വാഗ്ദത്തം ലഭിച്ച് വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ സഹിഷ്ണുത വേണം. ഈ സഹിഷ്ണുതയുണ്ട്, ഇത് നിങ്ങൾക്ക് ആവശ്യമാണെന്നാ ലേഖന കർത്താവ് പറയുന്നത്. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനി എത്ര അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. നമ്മുടെ ഹോപ്പാ, കർത്താവ് വരുമെന്നുള്ള ആ ഒരു പ്രത്യാശയാണ് നമ്മെ മുൻപോട്ട് നയിക്കുന്നത്. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. കർത്താവിലുള്ള വിശ്വാസം തള്ളിക്കളഞ്ഞിട്ട് നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റത്തില്ല. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നു എങ്കിൽ, പിന്മാറുവാനുള്ള പരീക്ഷണങ്ങൾ നമ്മുടെ മുൻപിൽ വരും, വിട്ടുകളഞ്ഞേക്കാം. നമ്മുടെ ധൈര്യം ക്ഷയിച്ചു പോകുമ്പം നമ്മളും ക്ഷീണിതരായിത്തീരും, വിശ്വാസത്തിൽ ക്ഷീണമുള്ളവരായിത്തീരും. എന്നാൽ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ഒരു ദൈവം, പുത്രോത്പാദനത്തിന് ശക്തി നഷ്ടപ്പെട്ടിട്ടും നിർജീവമായതിനെ ജീവിപ്പിച്ച് മക്കളെ നൽകിയ ഒരു ദൈവത്തിൽ അബ്രഹാമും അതുപോലെ സാറായും വിശ്വസിച്ചു. അത് ഏത് കാലഘട്ടത്തിലാണ്. പക്ഷെ ഇന്നിപ്പോ എത്ര അത്ഭുതം കണ്ടാലും പലപ്പോഴും ചെറിയ പ്രശ്നങ്ങളുടെ മുമ്പിൽ നമ്മളൊക്കെ തളർന്നു പോകുന്ന ഒരവസ്ഥയാണ്. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. 2 കൂട്ടക്കാരെ പറയുന്നു, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ അത്രയാകുന്നു. എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന പ്രിയ കത്തദാസൻ എബി പാസ്റ്ററോടും അതുപോലെ പാസ്റ്റർ ആൽബി മാത്യു, എൻ്റെ സ്റ്റുഡൻ്റ് ആണ്, ഇപ്പോൾ സഹ അധ്യാപകനാണ്. വളരെ കർത്തന്റെ ശുശ്രൂഷയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ഈ സഭയെ അത്ഭുതകരമായിട്ട് നയിക്കട്ടെ. പ്രിയ കുടുംബത്തെ ദൈവം നയിക്കട്ടെ. എനിക്കൊരു അവസരം ഒരുക്കി തന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, എല്ലാവരുടെയും പേഴ്സണൽ പ്രയറിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, അവരുടെ മാതാപിതാക്കളെ, വിവിധ ജാതി മതസ്ഥരാണ്, ഞങ്ങള് കർത്താവിന്റെ സുവിശേഷം അവരെ അറിയിക്കുവാൻ ചില പ്രതിസന്ധികളൊക്കെ വരുമ്പം ഈ പേരൻസ് ഓഫീസിൽ വന്നിട്ട്
പ്രാർത്ഥിക്കുവാൻ ഞങ്ങളോട് പറയും. പ്രാർത്ഥിക്കും, അത്ഭുതകരമായ ദൈവപ്രവർത്തികൾ ഉണ്ടാകുന്നത് ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുവാനും അവരനുഭവിച്ചറിയുവാനും ദൈവം സഹായിക്കുന്നുണ്ട്. ഈ കർത്താവിന്റെ സ്നേഹം അവരറിഞ്ഞ് കർത്താവിന്റെ സ്നേഹത്തിൽ അവർ നിലനിൽക്കുവാൻ ഇടയാകണം. ഞങ്ങള് കഴിഞ്ഞ വർഷം അവസാനത്തിൽ ഞങ്ങളുടെ ഒരു കുഞ്ഞ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട ഒരു മോന്, 18 വയസ്സുള്ള ഗണേഷ് എന്നൊരു മോന്, ഞങ്ങൾ സ്കൂളിൽ നിന്ന് വിസിറ്റ് ചെയ്യുവാൻ വേണ്ടി അവിടെ കടന്നുപോയി. അവരവിടെ ഹൈന്ദവരാണ്. ഹൈന്ദവ മതാചാര പ്രകാരമുള്ള വായനകളും ഒക്കെ നടക്കിയ, പക്ഷെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന അതുപോലെ തന്നെയുള്ള ഒരു സഹോദരി പറഞ്ഞു, പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് അവരുടെ ആ വായന നിർത്തിയിട്ട് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ അവസരം തന്നു. ഈ ഞങ്ങളുടെ പേരൻസിലൊക്കെ ഉണ്ടാകുന്ന ദൈവത്തിലുള്ള വിശ്വാസം അത് കാണുവാൻ ദൈവം സഹായിക്കുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്, കർത്താവെ സുവിശേഷ വേലയ്ക്ക് വിളിച്ചിട്ട് ഇങ്ങനെ എന്നെ വീട്ടിലിരുത്താനാണോ എന്ന് ആദ്യകാല കുഞ്ഞിന്റെ ആദ്യ 2-3 വർഷത്തിൽ ഞാൻ ചോദിച്ച സമയമുണ്ട്. അന്നേരം കർത്താവ് സാരമില്ല, ഇച്ചിരി കഴിയുമ്പോൾ ഇതൊക്കെ അങ്ങ് മാറും. ഞാൻ ചോദിച്ചു, ഇച്ചിരി കഴിയുന്ന എപ്പോഴാ കർത്താവെ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെങ്കില് എനിക്ക് ഹിന്ദുക്കളോടോ മുസ്ലിങ്ങളോടോ വിവിധ ജാതി മതസ്ഥരോടോ സുവിശേഷം അറിയിക്കാനോ പ്രാർത്ഥിക്കുകയോ ചെയ്യണമെങ്കിൽ എനിക്ക് പുറത്തോട്ടെങ്ങും പോകണ്ട, അവരെന്റെ അടുത്തോട്ട് വരിക. അതുപോലെ തന്നെ അവരുടെ ഭവനങ്ങളിൽ ഒന്ന് ചെല്ലുമ്പോഴത്തേക്ക് അവരുടെ ആ ഭവനത്തിന്റെ വാതിലുകൾ ഞങ്ങൾക്ക് തുറന്നു ലഭിക്കുക. നമുക്ക് എത്ര നേരം വേണമെങ്കിലും അവരോടൊപ്പം ഇരിക്കുവാനും പാട്ടുകൾ പാടുവാനും പ്രാർത്ഥിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുവാനും ശുശ്രൂഷിക്കുവാനും ഒക്കെയുള്ള അവസരങ്ങൾ ദൈവം തരുന്നുണ്ട്. കർത്താവ് പറഞ്ഞത്, ഞാൻ വിചാരിച്ചു എനിക്കിങ്ങനെ ഒരു കുഞ്ഞിനെ തന്നത് കൊണ്ട് എൻ്റെ ശുശ്രൂഷ ഇങ്ങനെ കുറച്ചുകൂടെ ഒരു നാരോ ആയിട്ട് പോകും എന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ ദൈവത്തിന്റെ പർപ്പസ് അതല്ലായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ചില വഴികളൊക്കെ ദൈവം തിരിച്ചുവിടുന്നത് ദൈവത്തിന്റെ പദ്ധതി യുണീക്കായിട്ട്, എല്ലാവരെയും കൊണ്ടും എല്ലാം പ്രവർത്തിക്കാനുള്ള ചിലത് യുണീക്കായിട്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കുവാനുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രതിസന്ധികള്, പ്രതികൂലങ്ങള് ഇതൊന്നും നമ്മളെ തകർത്ത് കളവാനല്ല, ദൈവരാജ്യത്തിന്റെ സുവിശേഷീകരണത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന്റെ മഹത്വത്തിന് വേണ്ടി നമ്മളെ ഉപയോഗിക്കുവാൻ വേണ്ടിയാണ്. ദൈവം ഈ വചനങ്ങളാൽ സഹായിക്കട്ടെ. എനിക്കിങ്ങനെ അവസരം ഒരുക്കി തന്ന കർത്തദാസനോട് ഒരു പ്രാവശ്യം കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിന്ന് വിരമിക്കുന്നു.